ഈ വിഷയം പഠിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രസക്തമാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളുടെയൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു ന്യൂസ് കാർഡ് ഞാൻ സമർപ്പിക്കുകയാണ്. വാൽപ്പാറ ദുരന്തത്തിൽ ഒരു സ്കൂളിലെ 8 അധ്യാപകർ ടൂറിനിടയിൽ മരിച്ചു. മലപ്പുറത്ത് പാങ് പ്രദേശത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഒരു സ്കൂളിലെ 8 അധ്യാപകർ അവർ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേരളം ദുഃഖത്തോടുകൂടെ കേൾക്കുന്ന മണിക്കൂറുകളിലാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് സാക്ഷിയാകുന്നത് എന്ന ബോധ്യത്തോടുകൂടെ വിഷയങ്ങളെ വിലയിരുത്തുന്നവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ പിടികിട്ടും. തിരക്ക് പിടിച്ച ജീവിതങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും പ്രതിസന്ധികൾക്കും മധ്യേ നിന്ന് അവരൊന്നിച്ച് സന്തോഷിക്കാനും ഉല്ലസിക്കാനും പോയതായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്ത് നേരത്തെ ധാരണയുണ്ടാക്കി ഒരു വാഹനം പിടിച്ചു പോകുന്നു. വഴിമധ്യേ വലിയ ആക്സിഡന്റ് ഉണ്ടാകുന്നു. 8 ആള് സ്പോട്ടിൽ മരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മൾ ഏറ്റവും കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തേണ്ട ഒന്നാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ക്ലാരിറ്റിയും വ്യക്തതയും. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വ്യത്യസ്തങ്ങളായ നിലപാടുകളും കാഴ്ചപ്പാടുകളും സമീപനങ്ങളും വിവിധ ദർശനങ്ങളും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങൾക്കുള്ളിലെ ഉപഘടകങ്ങളും സംഘടനകളും സംവിധാനങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ മക്കയിലെ അവിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യ ചരിത്രത്തിലുടനീളം നിലനിൽക്കുന്ന ഒരു സമീപനത്തെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയ ഒരു ജനതക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒന്നുണ്ടാകും. അപ്പൊ കുറച്ചു നേരത്തെ ഇശാ ബാങ്ക് വിളിച്ചു. ഇശാ ബാങ്കിന് വേണ്ടി പ്രഭാഷണം നിന്നു. നമ്മളെല്ലാവരും ആ ഇശാ ബാങ്കിന് ജവാബ് കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലേ? നമ്മളെ സാധാരണഗതിയിൽ പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ ആണ്. ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്ത തട്ടിൽ നിൽക്കുന്ന മനുഷ്യരോട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹു അക്ബർ ആണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചില വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയും, ഓ സൂപ്പറാണ്, അയാൾ തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്, അയാൾ അടിപൊളിയാണ്, പ്ലേയേഴ്സിൽ ഇന്ന പ്ലെയറാണ് എനിക്കിഷ്ടം, അയാൾ സൂപ്പർ പ്ലെയർ ആണ്, അല്ലെ? നമ്മൾ പറയും. അതല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഇതൊരു മനോഹരമായ സ്ഥലമാണ്, ഇത് ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ എല്ലാറ്റിനെയും കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടാകും. അള്ളാഹിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്, അള്ളാഹു സർവശക്തനാണ്, അള്ളാഹു സർവം കേൾക്കുന്നവനാണ്, അള്ളാഹു സർവം അറിയുന്നവനാണ്, അള്ളാഹു സർവ്വതിനും ഉത്തരം ചെയ്യുന്നവനാണ്. അള്ളാഹുവിന് കുൻ എന്ന് പറഞ്ഞാൽ ലാബ് റിപ്പോർട്ടിൽ വന്നത്, എനിക്ക് ഇവിടെ OG ജംഗ്ഷനിൽ ക്യാൻസർ ഉണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, ബ്ലഡിൽ ക്യാൻസർ ഉണ്ട്, ഇങ്ങനെ പല പ്രശ്നമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ പോകും. 20 കൊല്ലമായിട്ട് എനിക്ക് കുഞ്ഞില്ല, അള്ളാഹു കുൻ എന്ന് പറഞ്ഞാൽ മതി, ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ആ മനോഹര നിമിഷത്തിൽ എനിക്ക് കുഞ്ഞുണ്ടാകും. ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അള്ളാഹുവിനെ കാണുന്ന എത്ര ആളുണ്ട് ഈ സമൂഹത്തിൽ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. ഈ വാക്കുകളൊക്കെ പറയുമ്പോ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താണ്? അതിങ്ങനെ ചുണ്ടറ്റത്തൊരു ശബ്ദം മാത്രമാണോ? സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ചൊല്ലി വിടണേ കേവലം ഒരു ശബ്ദം മാത്രമാണോ? അതല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്ത ഉണ്ടോ, ഒരു വികാരമുണ്ടോ? ആ ചിന്തയും വികാരവും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ വിഷയം അപ്രസക്തമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് ഇവർ ഈ സമൂഹത്തിൽ ഇങ്ങനെ ബഹളുണ്ടാക്കുന്നത്? മഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി പറയേണ്ട കാര്യമാണോ ഇത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ മൈക്കായുടെ ശബ്ദമെത്തുന്ന ഇടങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഇരുന്ന് കേൾക്കുന്ന ഒരാൾക്കും തോന്നൂല. ആ റബ്ബിനെ ആളുകൾ അറിയുന്നതോടുകൂടെ
എന്തെല്ലാം സംഭവിക്കും ഒരു വ്യക്തിക്ക്? അയാൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. ടി കെ അഷ്റഫ് സാഹിബ് കൂടെ പറഞ്ഞു, അയാൾ ഡിപ്രഷനായി ആശുപത്രിയിലേക്ക് ഡോക്ടറെ കാണാൻ പോകുന്നിടത്ത് അയാൾക്ക് വലിയ റിലാക്സേഷനുകൾ ഉണ്ടാകും, അല്ലെ? അയാൾ സ്വകാര്യതയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും. അയാൾ സ്വകാര്യതയിൽ റബ്ബിനെ സൂക്ഷിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട്. നിങ്ങൾ ആ റബ്ബിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രയോഗമാണ്. നിങ്ങൾ ബുർജ് ഖലീഫ കണ്ട്, നിങ്ങൾ ചൈന വൻമതിൽ കണ്ട്, നിങ്ങൾ ഈഫൽ ഗോപുരം കണ്ട് ഒക്കെ ഓ വണ്ടർഫുൾ എന്ന് പറഞ്ഞവരാണ്. എന്നാ നിങ്ങളെ ശരീരത്തിന്റെ ഉള്ളിലെ മഹാ അത്ഭുതങ്ങൾ, നിങ്ങളെന്ന വ്യക്തിയെ സൃഷ്ടിച്ച പടച്ചോന്റെ ആ കൺസ്ട്രക്ഷൻ, ആ ഒരു നിർമ്മാണം, അതിൽ നിങ്ങളിൽ എന്ത് അത്ഭുതം ഉണ്ടാക്കിയത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ മുടി എനിക്ക് മാത്രമേ ഉള്ളൂ, ലോകത്താർക്കില്ല. അതുകൊണ്ടാണ് കുറ്റാന്വേഷണത്തിൽ മുടി ഒരു തെളിവായി സ്വീകരിക്കുന്നത്. എന്റെ മുടി എനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്കു മാത്രം എന്റെ മുടി തന്ന് എന്റെ മുടിയെ ലോകത്തെ 10,000ങ്ങളുടെ മുടിയിൽ മിക്സ് ചെയ്താലും വേർതിരിച്ചെടുക്കാവുന്ന വിധം മുടിയെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് അക്ബർ തന്നെയാണ്. എന്റെ ഉമനീര് എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കില്ല. അതുകൊണ്ട് ആ സദ്ദാം ഹുസൈനെ പിടികൂടിയപ്പോ അയാൾ ഉമനീര് വെച്ച് പരിശോധിച്ചത് അയാളാണോ എന്ന് ഉറപ്പുവരുത്തിയത്, അല്ലെ? അപ്പോ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉമനീർ ഗ്രന്ഥികളിൽ നിന്ന് ഉമനീര് കൊടുത്ത റബ്ബ് അവൻ അക്ബർ തന്നെയാണ്, അവൻ വലിയവൻ തന്നെയാണ്, അവൻ ഉന്നതൻ തന്നെയാണ്. മനുഷ്യന്റെ 180 ലിറ്റർ ബ്ലഡിനെ ഡെയിലി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നി, ആ കിഡ്നി എന്ന സംവിധാനത്തിന് പകരം കിഡ്നി ഡയാലിസിസ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക. അപ്പൊ കാണാ 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്ക് ഉണ്ടാകും. കിഡ്നി ഡയാലിസിസ് സെന്ററുകൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ വലിയ മാലിന്യ പ്രശ്നങ്ങൾ അയൽവാസികൾ ഉദ്ധരിക്കുന്നുണ്ടാകും. നിങ്ങളെടുത്ത് പരിശോധിച്ചോളി, മാലിന്യ പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ടാകും. എന്താ? ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിലെ ഒരു തവണത്തെ ഡയാലിസിസിന് ഏകദേശം 1000 ലിറ്ററിലധികം വെള്ളം വേണം. 1000 ലിറ്ററിലധികം വെള്ളം. നമ്മളെ വീട്ടിലെ ആ ടാങ്കിന്റെ വലുപ്പം എത്രയെന്ന് വെറുതെ ആലോചിച്ചാൽ മനസ്സിലാവും. 2000 ലിറ്ററോ 1000 ലിറ്ററോ ഒക്കെയാണ് ഒരു കുടുംബം ഒന്നിച്ച് കഴിയുമ്പോൾ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റബ്ബ് അക്ബർ തന്നെയാണ്. ആ അക്ബറായ റബ്ബ് പറഞ്ഞതാണ് എന്ത്? നിങ്ങൾ എന്നെ ആരാധിക്കണം, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിനെ ഉൾക്കൊണ്ടൊരു വ്യക്തി അയാൾ അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കായിരിക്കും. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ കുട്ടിക്ക് അദ്ദേഹം പേരിട്ട് എന്താ അറിയോ? ദുആഉൽ ലയാലി എന്നാണ്. രാവുകളിൽ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ കുട്ടി. കുടുംബമൊക്കെ പലരും പല കുറുക്കു വഴികളും പറഞ്ഞു. അയാൾ ഒരു കുറുക്കു വഴിക്കും പോയില്ല. അയാൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് വിധിച്ചതാണെങ്കിൽ അള്ളാഹു നമുക്ക് കുഞ്ഞിനെ തന്നിരിക്കും, നമുക്ക് പടച്ചോനോട് പറയാം. പ്രാർത്ഥിച്ച് 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 അദ്ദേഹത്തിന് അള്ളാഹു ഒരു പെൺകുഞ്ഞിനെ കൊടുത്തപ്പോ അദ്ദേഹം പേരിട്ടു ദുആഉൽ ലയാലി. രാവുകളിൽ എനിക്ക് കിട്ടിയ പ്രാർത്ഥനയാണ് എന്റെ കുഞ്ഞിന്ന് ഡയറക്റ്റ് പേരിട്ടു, അല്ലെ? അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയാണ് നമ്മള് ആത്മാർത്ഥമായി അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് എന്താ? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് ആരാധന ചെയ്യാതെ പ്രാർത്ഥിക്കാതെ പോകുന്നവർ അവർ സയദ്ഖുലൂന ഫീ ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിലേക്കായിരിക്കും പോകുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഖുർആൻ പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫലസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ നബിയെ, എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയേണ്ടത് ഉത്തരം ചെയ്യാത്തവനാണ് എന്നല്ല, ട്രാൻസ്ഫോമർ പോലെയാണ് എന്നല്ല, പടച്ചവൻ കേൾക്കില്ല എന്നല്ല, ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അപ്പൊ നമ്മൾ പാപികളും കുറ്റക്കാരും ഒക്കെയാണ്. നമ്മൾ നേരിട്ടാണ് ചോദിച്ചാൽ കിട്ടൂല, ഇതാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല, നമ്മൾ പാപികളും കുറ്റക്കാരും ഒക്കെ ജീവിക്കാണ്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നു എന്ന് റബ്ബിനറിയുന്നത് കൊണ്ട് റബ്ബ് പറയാ. എന്താ റബ്ബ് പറയുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ. എന്റെ അടിമകളോട് അങ്ങ് പറയണം നബിയേ,
എന്റെ അടിമകളോട് അങ്ങ് പഠിപ്പിക്കണം നബിയെ. കുറ്റം ചെയ്ത, പാപം ചെയ്ത, തെറ്റു ചെയ്ത എന്റെ അടിമകളെ അങ്ങ് പഠിപ്പിക്കണം. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. ഏതു പാപം? എത്ര പാപം? 100 പേരെ കൊന്നിട്ടാണ് തൗബ ചെയ്തു വരുന്നതെങ്കിൽ അയാൾക്ക് പോലും അല്ലാഹു തൗബയെ കൊടുക്കും, അല്ലേ? ഇനി രാത്രിയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ രാത്രി തെറ്റ് ചെയ്തവന്റെ പാപത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ പകലിലും, പകൽ തെറ്റ് ചെയ്തവന്റെ സ്വീകരിക്കാൻ രാവിലും കാത്തിരിക്കുകയാണ് ആ റബ്ബ്. അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കുന്നവനായിട്ടുള്ളത്? ഇങ്ങനെ ശക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇതുപോലത്തെ വേദികൾ നമുക്ക് നിരന്തരം നിലനിൽക്കണം. നിങ്ങളുടെ മുന്നിലൂടെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ പരിപാടിന്റെ ചെലവ് കിട്ടിയാൽ മതി. ഈ പരിപാടിന്റെ ചെലവ് ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞ് അതിലേക്ക് കൊടുക്കുക. ഇത് റെക്കോർഡ് ചെയ്യുന്നു, ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോകുന്നു. എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ ഇത് കേൾക്കണതിന്റെ ഒരു മഹത്വവും പുണ്യമൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക്, തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇത് നിരന്തരം പറയേണ്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. 950 കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാം ഇതേ കാര്യം പറഞ്ഞത്. 950 വയസ്സായ ഒരു മനുഷ്യന്റെ ശാരീരികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസ്റൂ വസ്തക്ബറു ഇസ്തിക്ബാറാ. ഇതുപോലത്തെ പരിപാടി പ്രസക്താണോ? ഇതൊക്കെ സമൂഹത്തിൽ പറയേണ്ടതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ദൗത്യമൊക്കെ നിർവഹിച്ച് സ്വന്തം ഭാര്യയെ പോലും കിട്ടിയില്ല, സ്വന്തം മകനെ പോലും കിട്ടിയില്ല. അവരൊക്കെ അദ്ദേഹത്തിന് പാരപണിയാൻ നടക്കുകയായിരുന്നു, അദ്ദേഹത്തെ കല്ലെറിയുകയായിരുന്നു, അദ്ദേഹത്തിന് ഹിജ്റ വിധിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം റബ്ബിന്റെ മുമ്പിൽ 950 വയസ്സ് പ്രായമുള്ള അത്രയും ശാരീരികമായി ക്ഷയിച്ചു പോയ ഒരു പ്രവാചകൻ പറയാ, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, രാവും പകലും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏപ്രിൽ മാസത്തിലെ ഏതോ ഒരു ദിവസത്തില് എല്ലാവരും കൂടി തീരുമാനമെടുത്ത് ഒരു വൈകുന്നേരം 3 മണിക്കൂർ പരിപാടി നടത്തിയതല്ല. രാവും പകലും 950 കൊല്ലം ഞാൻ ക്ഷണിക്കുകയായിരുന്നു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, ഞാൻ വിളിച്ചപ്പോഴൊക്കെ അവരെന്നെ കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അവരെന്താ ചെയ്തത്? അവര് ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല അവര് ചെവിയിൽ വിരലിനെ തിരികി. മാത്രമല്ല അവര് വസ്ത്രം കൊണ്ട് ഇങ്ങനെ ചെവി മൂടിക്കെട്ടി. എന്നിട്ട് പറഞ്ഞു, കേൾക്കണ്ട നൂഹേ, കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വിഷയമൊക്കെ എടുത്തു വന്നോ. അദ്ദേഹം റബ്ബിനോട് പറയാണ്, പടച്ചോനെ, ഞാൻ എന്റെ കൂടെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത കുറച്ച് ആളുകളുണ്ട്, അവരെ കൂടി ഇവര് ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് കാണുന്നത്. അതുകൊണ്ട് അവരൊരാളെയും നീ ബാക്കി വെക്കല്ലേ. ഞാൻ ഇത്രയും വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ട് സ്വീകരിക്കാത്ത ജനതക്ക് വേണ്ടത് നീ കൊടുക്കണേ റബ്ബേ. അതാ അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം പഠിപ്പിക്കാനാണ് മനുഷ്യ ചരിത്രത്തിൽ പ്രവാചകന്മാർ മുഴുവൻ കടന്നു വന്നത്, ആയുസ് മുഴുവൻ ചെലവാക്കിയത്, ശത്രുവിന്റെ മുന്നിൽ അവർ വെട്ടി വീഴ്ത്തപ്പെട്ടത്, അവരെ പകുതി ശരീരം മണ്ണിൽ മൂടി നിർത്തി ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ വാർന്നെടുത്തത്, അമ്പിയാക്കൾക്ക് മൈഗ്രേഷൻ ഹിജ്റയുടെ ജീവിതം വിധിച്ചത്, സ്വന്തം നാട്ടിൽ നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. അതവര് പറഞ്ഞ ശൈലിന്റെ കുഴപ്പമല്ല, വിഷയത്തിന്റെ കുഴപ്പമാണ്. വിഷയത്തിന്റെ കുഴപ്പമാണ്. എന്താ? യാ സ്വാലിഹു ഖദ് കുൻത ഫീനാ മർജുവം മിൻ ഖബ്ലു ഹാദാ, സ്വാലിഹേ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആളായിരുന്നു പണ്ട്, എന്തു പറ്റി നിനക്ക്? പ്രവാചകത്വം കിട്ടിയപ്പോ ചോദിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയം ഏറ്റവും പ്രസക്ത. ഇനി എന്താ വിഷയം എന്നറിയോ? ഞാൻ വാൽപ്പാറ ദുരന്തം ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ള കാരണം, നമ്മളെ ജീവിതത്തിൽ ശിർക്കുണ്ടോ എന്ന് പരിശോധിച്ച് തിരുത്തിയിട്ടില്ലെങ്കിൽ പരലോകത്ത് എന്താ സംഭവിക്കാറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് മദീനയിലെ നല്ല ചന്ദ്രനിലാവുള്ള ഒരു രാത്രിയിൽ തനിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അബൂദർ അൽ ഗിഫാരി കാണുകയാണ് റസൂലുള്ളാഹിനെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു കാണുമ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ വളരെ പതുക്കെ പിന്തുടരുകയാണ്. എവിടുക്കാ നബി പോണതെന്ന് അറിയാൻ വേണ്ടി. പെട്ടെന്ന് കാൽപാദത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പ്രവാചകൻ ഇതാരാന്ന് ചോദിച്ചു. അബൂദർ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ കൂടെ നടത്തി. അങ്ങനെ രണ്ടാളുകളും ഒരു പർവ്വതത്തിന്റെ അരികത്തെത്തി, ഒരു പാറയുടെ അരികത്തെത്തി. അപ്പൊ പ്രവാചകൻ അബൂദറിനെ അവിടെ നിർത്തിയിട്ട് ആ പാറയുടെ അപ്പുറത്തേക്ക് പോയി. കേട്ടോ, ഇതുപോലത്തെ പരിപാടികൾ വേണോ? തൗഹീദും ശിർക്കും വിശദീകരിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേൾക്കണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടോ എന്നൊക്കെ ആശങ്കപ്പെടുകയും സംശയിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ്, യഥാർത്ഥത്തിൽ വലിയ പാഠമാണ് ഇനി പറയുന്ന കാര്യം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എവിടെയാണ് സംഭവം നടക്കുന്നത്? മദീനയിൽ ഒരു രാത്രിയിൽ പ്രവാചകനെ പിന്തുടർന്നു പോയ അബൂദർ അൽ-ഗിഫാരിയെ ആ പാറന്റെ അപ്പുറത്ത് നിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാറന്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. അവിടുന്ന് വരുമ്പോ പ്രവാചകൻ 2-3 വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ? വഇൻ സനാ വഇൻ സറഖ വഇൻ സനാ വഇൻ സറഖ വഇൻ സനാ വഇൻ സറഖ. നബി ഇങ്ങനെ പറയാണ്, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും, വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും. ഞാൻ ചോദിച്ചു, നബിയെ വഇൻ സനാ വഇൻ സറഖ എന്നെന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു, വഇൻ ശരിബൽ ഖംറ, മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും, മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും മദ്യപിച്ചാലും. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എന്താ? മാ മിൻ അബ്ദിൻ, ഒരടിമയുമില്ല, ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിച്ച് സ്വീകരിച്ച് നിലപാടുകളുമായി മരിച്ചാൽ, മാ തഅലാ ദാലിക ഇല്ലാ ദഖലൽ ജന്ന, അവൻ അങ്ങനെ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. എന്നിട്ട് പറയാ വൈൻ സനാ വൈൻ സറഖ, മദ്യപിച്ചാളും മോഷ്ടിച്ചാളും ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോ മദ്യപാനത്തെക്കാളും മോഷണത്തെക്കാളും ഒക്കെ വലിയ തെറ്റ്. അതിന്റെ അർത്ഥം എന്താ? മദ്യപിക്കാം എന്നാണോ? മോഷ്ടിക്കാം എന്നാണോ? വ്യഭിചരിക്കാം എന്നാണോ? അല്ല. മദ്യപാനത്തിനും മോഷണത്തിനും വ്യഭിചാരത്തിനൊക്കെ ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷയുണ്ട്. അല്ലെ? ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷയുണ്ട്. അത് ചെറിയ ശിക്ഷയൊന്നുമല്ല. ഒരാള് വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ അയാളെ പബ്ലിക്കായിട്ട് എറിഞ്ഞുകൊല്ലും. നിങ്ങൾക്കൊരിക്കലും ഒരു കുറ്റബോധവും തോന്നേണ്ടതില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ പ്രാകൃതമാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന ആളുകളോട് ഇത്തരം വിഷയങ്ങൾ ഡയലോഗ് പോലെയുള്ള പരിപാടികളിലൂടെ നമ്മൾ വിശദീകരിച്ചത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ എടുത്ത് കേൾക്കുക. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, വിഷയത്തിൽ നിന്ന് സംസാരിക്കേണ്ടതുള്ളതുകൊണ്ട്. അപ്പോ വ്യഭിചാരവും മോഷണവും മദ്യപാനവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ആ മനുഷ്യന് അല്ലാഹ് പുറത്തു കൊടുത്തേക്കാവുന്നതാണ്. ഇത് വലിയ കുറ്റങ്ങളാണെങ്കിൽ പോലും പുറത്തു കൊടുത്തേക്കാവുന്നതാണ്. എന്നാലോ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ പിഴവ് പറ്റി, അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴവ് പറ്റി ഒരു വ്യക്തി മരണപ്പെട്ടു പോയാലോ, ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്തിഗ്ഫാർ ചെയ്യാത്ത കാലത്തോളം അത് പുറത്തു കിട്ടില്ല. അതുകൊണ്ട് വഫാത്തിന് മുമ്പ്, മരണത്തിന് മുമ്പ് എന്റെ വിശ്വാസത്തിൽ ശിർക്കുണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്കൊരു ടെൻഷനും ഇല്ലല്ലോ. ഓല് വഹാബികൾ എന്താച്ചാ പറഞ്ഞോട്ടെ, അങ്ങനെയല്ലേ? ഇവരത് വെറുതെ ശബ്ദമലിനീകരണം ഉണ്ടാക്കണമെന്നല്ലേ? എന്നാ നിങ്ങൾ കേട്ടോ, അമ്പിയാക്കൾ ഭയപ്പെട്ടിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണ്? 10-17 വയസ്സാകുമ്പോ പ്രവാചകത്വം കിട്ടി. പ്രബോധനത്തിന്റെ വീതിയിൽ പീഡനത്തിന്റെ, ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ കനൽപാദങ്ങൾ കടന്നുപോയ പ്രവാചകൻ, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് തൗഹീദ് പ്രസംഗിക്കേണ്ടി വന്ന പ്രവാചകൻ, ഏകഛത്രാധിപതിയുടെ സിംഹാസനത്തെയും അധികാരത്തെയും അട്ടിമറിക്കാൻ ഇറങ്ങിയതിന്റെ പേരിലല്ല, രാത്രിയിൽ രഹസ്യ ക്ലാസ് വെച്ച് അധികാര അട്ടിമറി ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിലല്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ച ചെയ്യാവൂ. മറ്റുള്ള ഈ നിലക്കുള്ള ആരാധനാനുഷ്ഠാനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിശക്തമായ പ്രതിരോധത്തെ നേരിടേണ്ടി വന്ന പ്രവാചകൻ. അദ്ദേഹത്തെ നോക്ക് നിങ്ങൾ. അദ്ദേഹം പ്രവാചകനായി, നബിയായി, റസൂലായി, ഉലുൽ അസ്മിൽപ്പെട്ടു, അള്ളാഹുവിന്റെ കൂട്ടുകാരനായി. ആ പ്രവാചകൻ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ്? ആ പ്രവാചകൻ അള്ളാഹു സൃഷ്ടി രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം അല്ലദീ വഫാ, ഇബ്രാഹിം എല്ലാ ദൗത്യങ്ങളും മനോഹരമായി നിർവഹിച്ചു. ഇതൊക്കെ പറഞ്ഞു.
ആ പ്രവാചകൻ പക്ഷേ സ്വകാര്യമായ റബ്ബിനോട് പ്രാർത്ഥിച്ചെന്താ അറിയോ? വജ്നുബുനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ സന്തതികളെയും നീ ഈ വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേ റബ്ബേ. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചെന്താ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കണ റബ്ബേ. തബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നീ നിന്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ പടച്ചോനെ. അതാ അദ്ദേഹം പ്രാർത്ഥിക്കണേ. എന്ത് ശക്തമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ മൻകാന ആഖിറു കലാമിഹി, ഒരു വ്യക്തിയുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചതുകൊണ്ട് മാത്രമായില്ല. അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന് കൂട്ടരും ചാകുന്നത്, അവര് കടലിൽ ചത്തൊടുങ്ങുന്നത്, അവസാനത്തെ എന്താ? ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, മൂസാന്റെ ഹാറൂന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചവരുടെ മരിക്കണേ. അവസാനത്തെ ചുണ്ടിലെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ അറിയുകയും പഠിക്കുകയും സൂക്ഷ്മമായി വിശകലനം നടത്തുകയും എന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടോ എന്ന് ഭയത്തോടു കൂടെ പരിശോധിച്ച് ആ ശിർക്ക് ചെയ്താൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി, അല്ലാഹു ശിർക്ക് പൊറുക്കൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പയും ഇബ്രാഹിം നബിയും കാണുന്ന രംഗണ്ട്. സഹോദരന്മാരെ ആലോചിക്കണം. ആരുടെയും കാൽ കീഴിൽ നമ്മുടെ തല കൊണ്ടുപോയി വെക്കരുത്. ദുന്യാവിന്റെ ഓരോ കാര്യം പരിശോധിച്ചാണ് എടുക്കുക. നിങ്ങൾ ഒരു ഏക്കർ ഭൂമി വാങ്ങുമ്പോ ഇതൊരു ഗ്രീൻഫീൽഡ് ഹൈവേ പോകുന്നുണ്ടോ, ടൗൺ പ്ലാനിങ്ങിന്റെ വല്ല പരിപാടി ഉണ്ടോ, നമ്മൾ പരിശോധിക്കും. ഇത് നിലമാണോ, ഇത് കൃഷിയിടമായി ഉപയോഗിച്ചതാണോ, ഇപ്പൊ പറമ്പാണ്, പണ്ടെന്തായിരുന്നു, ഇതൊക്കെ നോക്കും. 1 കിലോ മത്സ്യം വാങ്ങുമ്പോ വരെ നോക്കും. സ്വന്തം വിശ്വാസം എടുക്കണോടത്ത് ഇതൊന്നും ഇല്ലാത്തവരാലോചിക്ക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ മുന്നിൽ പരലോകത്ത് വരുന്ന ഒരു രംഗണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. അദ്ദേഹം ഞാൻ പ്രാർത്ഥിക്കൂല എന്ന് പറയണില്ല. റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ റബ്ബ് ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഉസ്താദുമാരോട് ചോദിക്ക്. എന്താ ഞാൻ ഈ പറഞ്ഞ എല്ലാ മഹത്വവുമുള്ള നബിയാക്കി, റസൂലാക്കി, ഉലുൽ അസ്മിൽപ്പെടുത്തി, കൂട്ടുകാരനാക്കി, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ആ പ്രവാചകൻ അള്ളാഹുവോട് പറയണ പടച്ചോനെ, എനിക്ക് നീ വാക്ക് തന്നിട്ടുണ്ട്, പരലോകത്ത് എന്നെ അപമാനിക്കൂല, എന്റെ ഉപ്പാക്ക് സ്വർഗം വേണം എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു നികൃഷ്ട ജീവിയായി നരകത്തിലേക്ക് വീഴുകയാണ്. ആലോചിച്ചോളി, നല്ലോണം നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോളി. മുജാഹിദുകൾ ഈ നാട്ടിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മദ്രസ പ്രായം മുതൽ ഉസ്താദുമാര് തന്ന ചാപ്പകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരെ നാളെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുന്ന രംഗത്ത് മനുഷ്യന്റെ വിലാപമുണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ലൗ കുന്നാ നസ്മഉ, നമ്മൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ, ഈ തെളിവുകളൊക്കെ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, വലിയ വലിയ മാർക്ക് വാങ്ങിയ സർട്ടിഫിക്കറ്റുകളും വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്ന വലിയ വലിയ ബുദ്ധിയും കഴിവും കാഴ്ചപ്പാടും ഒക്കെ ഇതൊന്ന് പരിശോധിക്കാൻ ചെലവഴിച്ചിരുന്നെങ്കിൽ, ഏലസ് കെട്ടുന്നതിന്റെ വിധി എന്ത്, മാലയെടുക്കുന്നതിന്റെ വിധി എന്ത്, റാത്തീബിന്റെ ഹുക്ം എന്ത്, അതിൽ അവരുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ കുഴപ്പമുള്ളതാണോ അല്ലേ എന്നത് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നരകത്തിലേക്ക് തള്ളിയിടപ്പെടുമ്പോ ആലോചിക്കേണ്ടതല്ല. ഞാൻ എന്റെ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാൻ കുറച്ചുകൂടി തെളിവുകൾക്ക് വേണ്ടി ക്ലിപ്പും ചില ബുക്സും ഒക്കെ കാണിച്ചാണ് ഇൻഷാ അല്ലാഹ് പോകാൻ വിചാരിക്കുന്നത്. എന്റെ സംസാരത്തിന് ഒരു ഓഫർ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ക്ലിപ്പൊക്കെ കിട്ടുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്ക് ഒരു ഓഫർ എനിക്ക് തരാൻ പറ്റും. ആ ഓഫർ എന്താ അറിയോ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഏതെങ്കിലും ഉസ്താദിനെ മോശമാക്കി സംസാരിക്കുകയോ പരിഹസിക്കുകയോ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിനും നിലവാരത്തിനും ചേരാത്ത വാക്കുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ തിരുത്തണം. കാരണം ഇത് എന്റെ പൈസക്ക് ഞാൻ എണ്ണടിച്ചു വന്ന് ഒരു ഇബാദത്തായി ഞാൻ മനസ്സിലാക്കി എന്റെ ഈ വൈകുന്നേരത്തെ സമയം അള്ളാഹുവിന്റെ ദീന് പറയണം എന്നുള്ള നിലയ്ക്ക് തൗഹീദ് പ്രബോധനം എന്നത് ഫർള് ഐനാണെന്ന് വിശ്വസിച്ച് ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം പോലത്തെ ഒരു ബാധ്യത എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ്. ആരെയും കൊച്ചാക്കാനല്ല. ഞാനടങ്ങുന്ന മുജാഹിദ് പ്രബോധകരെ കുറിച്ച് ഈ നാട്ടിൽ പ്രചരിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്താ? അവര് തിരുമറികളും വെട്ടിപ്പുകളും നുണകളും പറയുന്നവരാണെന്നാണ്. അതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ആരും പരിഹസിക്കാനല്ല കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ ഇപ്പോൾ ടി കെ അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിന്റെ അവസാനം പറഞ്ഞ എന്താ? അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ, ഔലിയാക്കളുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് അല്ലെ? എത്ര എത്ര ആയത്തുകളുണ്ട് റബ്ബിനെ മാത്രമേ വിളിച്ചു തേടാൻ പറ്റുള്ളൂ എന്ന്. റബ്ബിനെ മാത്രമേ വിളിച്ചത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ.
അവിടെ നെഞ്ചത്ത് കൈവച്ച് നെഞ്ചത്ത് കൈവച്ച് 17 തവണ പറയാണ്, ചെയ്യണത് വേറെ. പിന്നെ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, ചോദിച്ചോ ഞാൻ ഉത്തരം തരാം. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ച നബിയെ പറഞ്ഞോ, ഞാൻ സമീപസ്ഥനാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, എന്റെ അടിമകൾ നിരാശപ്പെടേണ്ട, എന്നോട് ചോദിച്ചോ ഞാൻ പുറത്തു തരും, മാപ്പ് തരും. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്താ, എന്റെ അടിമയുടെ വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുസ്വിസു ബിഹി നഫ്സു, എന്റെ അടിമയുടെ ഉള്ളിലുള്ള എല്ലാ വിഷമവും എനിക്കറിയും. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ട നാടിയോളം ഞാൻ അവനോട് അടുത്തവനാണ്. ഇനിയോ, പിന്നെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവൾ കേൾക്കുകയില്ല. വലൗ സമയു, കേട്ടു എന്ന് തന്നെ സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. യൗമുൽ ഖിയാമത്തി യക്ഫുറുൻ ബിശിർക്കിക്കും, അന്ത്യദിനത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. വമൻ അളല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ എത്രത്തോളം മോശക്കാരാണ്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന തദഊന മിൻ ദൂനിഹി, പ്രാർത്ഥിക്കപ്പെടാനുള്ള അവകാശം റബ്ബിന് മാത്രമാണ്. അവന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒരൽപ്പം പോലും അവർക്ക് ഉത്തരം നൽകുകയില്ല. ഇല്ലാ കബാസുതി കഫൈഹി ഇലൽ മാഇ, വെള്ളത്തിലേക്ക് കൈനീട്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവന് തൊണ്ടയിലേക്ക് വെള്ളമെത്താത്തതുപോലെ പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കിട്ടുകയില്ല. എത്രണ്ണം വേണം തെളിവ്? ഇത് നമ്മളുണ്ട് ഓതിയിട്ട് അങ്ങാടിയിൽ സദസ്സിലും സൈഡിലും ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കണ കുറെ ആൾക്കാരുണ്ടാകും, യൂട്യൂബിൽ കേൾക്കണവരുണ്ടാകും. അവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു വർത്താനാണ് എന്തെന്നറിയോ, മുജാഹിദുകളുടെ തൗഹീദൊക്കെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ, 8ഉം 10ഉം പീസായി അത് മാറിയിട്ടുണ്ട്, 8ഉം 10ഉം പീസായിട്ട് അത് മാറിയിട്ടുണ്ട്. അതൊന്ന് കേട്ടോളി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വന്ന പാർട്ടി 8 വിഭാഗമായി പൊട്ടിയിട്ടുണ്ട്. ഈ 8 വിഭാഗവും മറ്റുള്ള ഓരോ ഗ്രൂപ്പിനെയും കഫറാക്കുകയാണ്. അതാണ് മൂപ്പര വാദം. നമുക്കൊന്ന് പരിശോധിക്കാം. നോക്ക് നിങ്ങളെ. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ വിചാരിക്കണം. ഞങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടറിയോ? ഞങ്ങളുടെ മുഖ്യ അജണ്ട ഇത് തന്നെ ആക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും കേട്ടോളിയും. ഒരു ബാംഗ്ലൂരിൽ വെച്ച് നടന്നൊരു മുഖാമുഖത്തിൽ ഇതേ വ്യക്തിയോടാണ് ചോദ്യം. എന്താ ചോദ്യം? ആ ചോദ്യ ഉത്തരങ്ങളൊന്ന് കേൾക്കും, എന്നിട്ട് മുസ്ലിം സമുദായം നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കട്ടെ. ഞങ്ങൾ ചെറുതിലെ എല്ലാ അപകടത്തിലും മഹീദ്ദീൻ ഷെയ്ഖെ കാക്കനെ, എല്ലാ ആക്സിഡന്റിലും ആകുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് മഹീദ്ദീൻ ഷെയ്ഖിനാണ്. യാ മഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ എന്നാണ് വിളിക്കുന്നത്. ഉമ്മ പറഞ്ഞു തന്നതുകൊണ്ട് അതേ ഹോബിയായിരിക്കും. എന്നിട്ട് എന്താകും, എല്ലാ അപകടത്തിലും ഞങ്ങൾ മഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കും. എന്നിട്ട് ആ അപകടത്തിൽ യാ മഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിച്ച് ഞാൻ മരിച്ചു, യാ മഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ എന്ന് വിളിച്ച് ഞാൻ മരിച്ചു. അല്ലെങ്കിൽ യാ അള്ളാന്ന് വിളിച്ചാനോ അയാൾ സ്വർഗത്തിലാണോ, യാ മഹീദ്ദീൻ ഷെയ്ഖിന് വിളിച്ച് മറിച്ചാലാണ് സ്വർഗത്തിൽ. രണ്ടാളും സ്വർഗത്തിലാകുന്നു എന്നാണ് അതിന്റെ മറുപടി. മുഅ്മിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണെങ്കിൽ കേട്ടല്ലോ, രണ്ടാളും സ്വർഗത്തിലാണ്. മരിക്കണ നേരത്ത് പോലും മനുഷ്യന്മാരെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കാൻ സമ്മതിക്കാതെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ച് മരിച്ചാലും മതി എന്നാണ്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിലാണ്. ഇയാളടങ്ങുന്ന ഉസ്താദുമാരോട് ഞാൻ ചോദിക്കുകയാണ്, മഹാത്മാക്കളെ വിളിക്കാമെന്ന്, മരിക്കുന്ന നേരത്ത് വിളിക്കാമെന്ന് അല്ലാഹുവിന്റെ കിതാബിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രവാചകന്റെ ചര്യയിലുണ്ടോ? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് വഫാത്തായപ്പോൾ മുത്തുനബിയെ വിളിച്ചിട്ടുണ്ടോ? ഇതാ ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് മുജാഹിദുകൾ പൊട്ടി 8 തൗഹീദായി പരസ്പരം കാഫിറാക്കുകയാണെന്ന് കള്ളത്തരം പറയേണ്ടി വരുന്നത്. ഇനി ഇങ്ങനെ മരിക്കണ നേരത്ത് പോലും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിപ്പിക്കണ ആൾക്കാര് ഈ ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ എവിടെ എത്തി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവരുടെ ഇടയിൽ ശക്തമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത് ഉന്നയിച്ച്, മുഖാമുഖങ്ങളിലൂടെ ഇത് പഠിപ്പിച്ച്, ഞാൻ വെറുതെ പറയണല്ല, 25 കൊല്ലം മുമ്പ് തൗഹീദ് പ്രസംഗിച്ച, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് തൗഹീദ് പ്രസംഗിച്ച ഞങ്ങളുടെ മഹാപണ്ഡിതന്മാർക്ക് കിട്ടാത്ത സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് കൊടുത്താൽ കിട്ടും. ഓരോന്നും സെർച്ച് കൊടുത്താൽ കിട്ടും.
ഞങ്ങൾ നടത്തിയ മുഖാമുഖങ്ങളുണ്ട്, ഇഷ്ടംപോലെ മുഖാമുഖങ്ങൾ. ആ മുഖാമുഖങ്ങളിലൊക്കെ ഉസ്താദുമാര് വന്ന് കിതാബ് വായിച്ച് ചോദ്യം ചോദിക്കുന്ന രംഗങ്ങളുണ്ട്. ഇവളൊന്ന് എടുത്ത് കാണും. എന്താ, മുജാഹിദ് പണ്ഡിതന്മാർക്ക് കിതാബ് അറിയില്ല, ഓർക്ക് ഇതൊക്കെ പണ്ടേ ചാപ്പ കുത്തി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചപ്പോ ശക്തമായി പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ടീം ഉണ്ടായി വന്നു. എന്താ ടീം പറയണത്? ശിർക്കല്ല, പക്ഷെ നമ്മൾ ചോദിക്കേണ്ടതില്ല. മരിക്കണ നേരത്ത് വരെ മൊഹീദ്ദീൻ ശേഖിനെ വിളിക്കണം എന്ന് പഠിപ്പിച്ച ആൾക്കാര് ഞങ്ങളെ ദഅവത്തിന്റെ 8 പൊട്ടി എന്ന് പറയണേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്തിന്റെ ദൗത്യത് എത്ര പൊട്ടായി പൊട്ടിയാലും ഈ ശബ്ദം ഒരിക്കലും നിലച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രഘോഷണങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലം 20 കൊല്ലായിട്ട് ആണല്ലോ പല പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളെ സംവാദങ്ങൾ നടക്കേണ്ട പോലെ നടന്നിട്ടുണ്ട്, ഞങ്ങളെ വാളുകൾ നടക്കേണ്ട പോലെ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാത്രം 10-600 പുതിയ പള്ളികൾ ഈ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, നിറഞ്ഞൊഴുകുന്ന പള്ളികൾ. അതുകൊണ്ട് ഈ ദൗത്യം ശക്തമായിട്ട് തുടരുക. ആ തുടർച്ച ഉസ്താദുമാരുടെ ഉള്ളിലേക്ക്, സംഘടനകളുടെ ഉള്ളിലേക്ക് എത്തുന്ന മനോഹര കാഴ്ചയാണ്. ഞങ്ങളുടെ മുൻഗാമികൾക്ക് കാണാൻ കഴിയാത്ത കാഴ്ച. മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്നു എന്ന് നിങ്ങൾ പറയുന്ന ആ കാലത്ത് കാണാൻ കഴിയാത്ത കാഴ്ചയാണ് കാണുന്നത്. അത് ഈ വ്യക്തി തന്നെ ഒന്ന് പറയട്ടെ, മൂപ്പരെ കൊണ്ട് തന്നെ ഒക്കെ പറയിപ്പിക്കാം. പറയട്ടെ. ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ പറയുന്നത് ശിർക്കാന്നൊന്നും നമ്മൾ പറയണ്ട, പക്ഷേ അത് ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ചെയ്യണ്ട, എന്നാ ശിർക്കാന്ന് പറയും വേണ്ട. നോക്കൂ നിങ്ങൾ, അതാണ് വന്നിരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് കഴിഞ്ഞ ആഴ്ചയിൽ മർക്കസിൽ നടന്ന സഖാഫി സംഗമത്തിൽ 2 ദിവസവും ക്ലാസ് എടുത്തത് ഇസ്തിഗാസയെ സംബന്ധിച്ചാണ്. ഇസ്തിഗാസ ചെയ്യണം. ആർക്കാ ക്ലാസ് എടുക്കുന്നത്? സഖാഫികളായ ആളുകൾ. അതിൽ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്ഥാനം ഇസ്തിഗാസ ശിർക്കൊന്നുമല്ല, എന്നാലും അത് ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ടുണ്ട്. ശരിയല്ല അത്. കണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യം മർക്കസിന്റെ ഉള്ളിലേക്ക് എത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. സഖാഫിമാർക്ക് ഇസ്തിഗാസ ചെയ്യണം എന്ന് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ഇടത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൗഹീദിന്റെ ശബ്ദം അതിശക്തമായി ജനങ്ങളുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുക. ഇപ്പൊ CD ഇറക്കിയപ്പോ എന്ത് ചെയ്തു എന്നറിയോ? ഉസ്താദ് പ്രസംഗിക്കണ ഈ ഭാഗം മുക്കി. അതെന്നെ പറയട്ടെ. ഉസ്താദിന്റെ പ്രസംഗം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോ ഈ പറഞ്ഞ ഭാഗം അപ്രസ്ഥാനക്കാര് മുക്കി. യൂട്യൂബിൽ കാണാൻ ആ ഭാഗം മാത്രമല്ല, ഒരു 3 മിനിറ്റ് കട്ടുപോയി. പക്ഷേ ഇസ്തിഗാസ ചെയ്യണമെന്ന് പറയുന്നവരുണ്ടാവുമല്ലോ, അവർ പറഞ്ഞു വിടന്നമാണല്ലേ ഞങ്ങൾ വിടും. രണ്ടാമത് വീണ്ടും അത് കട്ടുപോയ ഭാഗം, വിട്ടുപോയ ഭാഗം രണ്ടാലൊന്ന് പൂരിപ്പിച്ച് വീണ്ടും വന്നു. ഇവരാരാ ആൾക്കാരറിയോ? ശരിക്കും കേട്ടോളി. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. റസൂലിനെ ഇടയാളയാനാക്കുന്നത് എന്തിന് എന്ന വഹാബി മൗദൂദി ചർച്ചകൾ മുനാഫിക്കുകളുടെ വിശ്വാസമായിരുന്നു എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തൗഹീദ് സമഗ്ര പഠനത്തിന്റെ പേജ് 249 എഴുതിയ ആൾക്കാരാ. അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ച് അതിന് മുഖാമുഖം നടത്തുന്ന ആളുകൾക്ക് എന്താ, ശിർക്കല്ല, പക്ഷെ ചോദിക്കണ്ട. ശിർക്ക് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കണില്ലെങ്കിൽ ചോദിക്കണ്ട എന്ന് പറയുന്നിടത്തേക്ക് എത്തി. മുജാഹിദുകൾ വളർന്നു, പൊളിഞ്ഞു, ആകെ തകർന്നു എന്ന് പറയുന്ന കാലത്താണ് ഇത് നടക്കുന്നത്. ഇനി കേട്ടോ, ഞാൻ അടുത്തൊന്ന് വായിച്ചുതരാം. എന്താ? വിളിക്കപ്പെടുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ട മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ. അള്ളാനെ വിളിക്കുന്നതിനേക്കാളും നല്ലത് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കലാണ് എന്ന് കുതുബിയത്ത് പരിഭാഷയും വിശദീകരണവും പേജ് 10 അല്ലെ, പാറന്നൂർ PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇങ്ങനെ വിശ്വസിച്ച ഒരു സമൂഹം ഇതിലേക്ക് എത്തുകയാണ്. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കൂല. ഞങ്ങള് മറുകക്ഷിയിൽ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രം ഇവിടെ കൊണ്ടുവരില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കാന്തപുരം തന്നെ പറയട്ടെ. ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും
ബുസീരിക്കൊന്നുമില്ലെങ്കിലും ഞാൻ ചോദിച്ചോളന്നില്ല. എത്രയാളാ ചോദിച്ചത്? ഇമാം ബുസീരി ഓക്കെ, അദ്ദേഹം പണ്ടേ പറഞ്ഞു വന്ന തെളിവ് ഇങ്ങനെ പറഞ്ഞു പഠിക്കപ്പിക്ക വീണ്ടും. ഇത് വളരെ ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി ഓരോന്നും പണ്ട് പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? പണ്ട് പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ, സംവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓരോന്നും സൂക്ഷ്മാർത്ഥത്തിൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങളുടെ കണ്ണും കാതും കിഡ്നിയും കരളും നിങ്ങൾക്ക് മിടിക്കുന്ന ഹൃദയവും തന്ന റബ്ബിനെ ആരാധിക്കണമെന്ന അവൻ അക്ബറാണെന്ന സന്ദേശം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെ ജിന്നാരോപണത്തിന്റെ പേരിൽ ഞങ്ങളെ വ്യത്യസ്തമായ ചാപ്പകൾ കുത്തി ചിലർ അങ്ങനെ നടക്കുമ്പോൾ തന്നെ അവർക്ക് മറുപടികൾ വേണ്ടെന്നും ആ ചർച്ച ഇവിടെ പൊതുയിടത്തിൽ വേണ്ടെന്നും ഞങ്ങൾ തീരുമാനിച്ചെന്തുകൊണ്ടറിയോ? ഏലസും ഐക്കല്ലും കെട്ടി സത്യങ്ങളൊന്നും അറിയാതെ ഒരിക്കൽ പോലും ഞങ്ങളെ കേൾക്കാതെ ജീവിക്കുന്ന 10,000 ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. ഇനി സുഹൃത്തുക്കളെ, ആരെ തൗഹീദാ പൊളിഞ്ഞത്? ആർക്കൊക്കെ എന്തൊക്കെ വാദം? ഞാൻ നിങ്ങളെ ആദ്യത്തെ വാദം കേൾപ്പിച്ചുതരാം. അപ്പൊ ആദ്യം കേട്ട വാദം എന്താ? ആദ്യം കേട്ട വാദം ശിർക്ക് അല്ല, പക്ഷേ ചോദിക്കണ്ടെന്നാ. അടുത്തൊരു വാദം എന്താ അറിയോ? നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറില്ല, നമ്മൾ പണ്ട് പറഞ്ഞ വാദം അത്. പ്രാർത്ഥിക്കാറില്ല, നമ്മൾ സഹായതേട്ടെ നടത്താറുള്ളൂ. കാരണം പ്രാർത്ഥിക്കരുത് എന്നുള്ള ആയത്തും ഹദീസും ഡസൻ കണക്കിന് ഉന്നയിക്കുമ്പോ കൊണ്ടുവന്ന വാദാണ്. പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ ഞങ്ങൾക്കെതിരിൽ പറയുന്ന കള്ളത്തരമാണ്. അത് പേരോടെ പറഞ്ഞോട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങളും മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. മുതലാളിയോട് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയും ആരെങ്കിലും? അപേക്ഷിച്ചു എന്ന് പറയും. ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? അപേക്ഷിച്ചു എന്ന് പറയും. പണക്കാരനോട് അപേക്ഷിച്ചു എന്ന് പറയും. അക്കളോട് ഇസ്തിഗാഥ ചെയ്യും, സഹായം തേടി എന്ന് പറയും. അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയും. ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ ഉണ്ടാക്കിയ വാചകമാണ് എന്നാണ്. എന്നാലോ ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നുകൂടി ഇത് ഉറപ്പിച്ചു പറഞ്ഞു. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ എന്താ പറയണേ? നമ്മൾ പ്രാർത്ഥിക്കണില്ല, അങ്ങനെ ചെയ്യണില്ല, അങ്ങനെ ഒരു മുസ്ലിം വിശ്വസിക്കൂല എന്നാ പറഞ്ഞ്. എന്നാ ഇതേ ആളുകളുടെ വാദം എന്താ? ഇതേ ആളുകളുടെ വാദം നിങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞൊന്ന് നേരത്തെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുനാഫിഖാണെന്ന ഒരു വാദം. അത് മാത്രല്ല, അല്ലാഹു അല്ലാത്തവരോടാണ് ഏറ്റവും ചോദിക്കാൻ നല്ലത് എന്നാണ് ഇവർ പറയുന്നത്. മാത്രല്ല, സുന്നത്ത് മാസിക എഴുതി, യാ സയ്യിദസ് സാദാത്തി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിദ തങ്ങളുടെ സമീപത്തെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഈ പിന്നെ ഇതിന്റെ വരികളുടെ അർത്ഥം കൊടുത്തിട്ട് പറയാ, വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബിയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപയുക്ത മൗലിദ് വരികൾ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നൊരു സ്ഥലത്ത് പറയാ, പ്രാർത്ഥിക്കാന്ന് വേറൊരു സ്ഥലത്ത് പറയാ. ഞങ്ങളെ തൗഹീദിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇടുക്കിങ്ങൾ മഞ്ചേരിയിൽ ഒന്ന് വിശദീകരിക്കും. ഇനി തീർന്നില്ല, ഇതുകൊണ്ടും തീരുന്നില്ല. ഇവര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെര്യപ്പെടുത്തി. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് ആര് തെര്യപ്പെടുത്തി? സുന്നി പണ്ഡിതന്മാർ. ആരെ തെര്യപ്പെടുത്തി? സുന്നി പണ്ഡിതന്മാർ മുജാഹിദുകളെ തെര്യപ്പെടുത്തി എന്നാണ്. അപ്പൊ നിങ്ങൾ കാണുന്നത് എന്താ? ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കാന്ന് നമുക്ക് വാദല്ല എന്ന് പറയും. ഇതെപ്പോഴാ പറയാ? ഡസൻ കണക്കിന് ആയത്തും ഹദീസും നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പറയും പ്രാർത്ഥിക്കാന്ന് വാദല്ല എന്ന് പറയും. തിരിച്ച് ഇവര് പ്രാർത്ഥിക്കാൻ എഴുതി വെക്കും. എഴുതി വെച്ചത് മാത്രല്ല, കാന്തപുരത്തിന്റെ പൊന്നോമന പുത്രൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അദ്ദേഹം നടത്തിയ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടത് നടത്തിയൊരു പരാമർശം നിങ്ങൾ നോക്ക്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു.
അപ്പൊ ഇനി ശരിക്കും അഭിപ്രായം എന്താ? പ്രാർത്ഥിക്കണത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ശിർക്കാണെന്നുള്ളതിൽ, അത് കുഫ്റാണെന്നുള്ളതിൽ ഒരു മുസ്ലിമിനും തർക്കല്ല എന്ന് പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഇപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാ ഞങ്ങളെ ചോദ്യം കേട്ടോ. അടിസ്ഥാനപരമായ ചോദ്യമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി ഇത് പറയാ മാത്രല്ല, പ്രാർത്ഥിച്ച് കാണിച്ചു തരും ചെയ്തിട്ടുണ്ട്. പറയാ മാത്രല്ല, എന്താ ഈ കടലിലൂടെ ഇങ്ങനെ പോവുകയാണ്, കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ കയറി പോകുമ്പോ കപ്പൽ ഇളകി മറിയാ, കപ്പൽ ഇളകിയത് മുങ്ങാനാകുന്ന സമയത്തിയപ്പോ എന്താ ചെയ്തത്? വിശദമായ ഭാഗമാണ് അതിന്ന്. ആ മുങ്ങാനാകുന്ന സമയത്ത് എന്താ ചെയ്തത് എന്ന് ഇവിടെ മലപ്പുറത്തുള്ള ഖലീൽ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് കേട്ടോളൂ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. ഇതാണ് പരിപാടി. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താണ്? ഈ നിലക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ഇത് ഒറ്റ ഉദാഹരണമൊന്നുമല്ല, പണ്ടേ ഞങ്ങൾ കാണിക്കണം, ഇന്നേ വരെ ഞങ്ങൾ തൊടാത്തൊരു ഭാഗമുണ്ട്, അതുകൂടി കണ്ടോളൂ. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഇതിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഇവിടെ തങ്ങള്. കണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഞാൻ അവനോട് ഒരാളെയും പങ്കു ചേർക്കൂല എന്നാണ്. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹിനെ ഇങ്ങനെ തങ്ങളെ തങ്ങളെ എന്ന് വിളിച്ച് ഇവര് തേടുന്നത് പോലെ ആയിഷ ബീവി. ഞങ്ങളെ ചോദ്യമൊക്കെ വളരെ ഷാർപ്പാ, ഇതൊക്കെ ജനങ്ങളെ ഉള്ളിലേക്ക് എത്തും. അതുകൊണ്ടാ നിങ്ങളെ ഉള്ളിൽ ശിർക്കല്ല, പക്ഷെ ചോദിക്കണ്ട എന്നുള്ളിടത്തേക്ക് നിങ്ങൾ എത്തിയത്. അസുഖമായി കിടക്കുന്ന കാന്തപുരത്തിന് വന്ന് 2 ദിവസം ക്ലാസ് എടുക്കേണ്ടി വന്നത്. ഇത് തുടരും, ഇത് ശക്തമായി തുടരും. നോക്ക് നിങ്ങള്, ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ തൊട്ടരികിൽ 40 വർഷം ജീവിച്ചു. യാ നബി അല്ലാഹ് എന്ന് വിളിച്ചൊരു സംഭവം ഉണ്ടോ? ഒറ്റ സംഭവം ഉണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷമങ്ങളെ നേരിട്ടു. യാ നബി അല്ലാഹ് ഖുദ് ബിയദി, നബിയെ കൈ പിടിക്കണേ എന്ന് ചോദിച്ച ഒരൊറ്റ സംഭവം ഉണ്ടോ? ഒരു സംഭവമല്ല. അതില്ലാത്തിടത്തോളം കാലം ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എല്ലാറ്റിനെയും അതിനോട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, അള്ളാഹുവോട് ചോദിക്കേണ്ടതും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതും അവനിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതും, ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം തെറ്റാണ്. അത് 100% ശിർക്കാണ് എന്നതിൽ ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല. ഇനി സുഹൃത്തുക്കളെ, വീണ്ടും കൺഫ്യൂഷൻ ആകുകയാണ്. എന്താ? ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ചോദ്യം മൂപ്പരന്റെ പറഞ്ഞ് ഉത്തരങ്ങൾ അവരിൽ തന്നെ കേട്ടോളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിച്ചുകൊണ്ട് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചും അംഗീകരിച്ചും കൊണ്ട് ധിക്കാരം കൊണ്ടൊന്നല്ല ഞാൻ അങ്ങനെ ജീവിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഭംഗി വാക്ക് മാത്രമാണ്. ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനോ സുന്നത്തോ പരിപൂർണമായി അംഗീകരിച്ച വ്യക്തിയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇസ്തിഗാസ, മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് അംഗീകരിക്കാത്ത കാലത്തോളം നിങ്ങൾ വിശുദ്ധ ഖുർആനോ ഇസ്ലാമോ അംഗീകരിച്ച ആളല്ല. ചെയ്യണമെന്നല്ല, ഒരു സുന്നത്തായ കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും നോക്കിയാൽ ചെയ്യുന്നതിന് കൂലിയുണ്ട്, ചെയ്യാത്തതിന് ശിക്ഷയില്ല. അങ്ങനത്തെ കാര്യത്തിനാണല്ലോ പുണ്യകർമ്മം എന്ന് പറയുക. അതേസമയം ആ പുണ്യകർമ്മം ഇസ്ലാമിൽ ശിർക്കാണ്, ഞാനത് അംഗീകരിക്കുകയില്ല എന്ന് വന്നാൽ കാര്യം അപകടമാണ്. അപ്പൊ ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വ്യക്തിയാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ്, അത് സുന്നത്താണ്, അത് അംഗീകരിക്കണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ആള് പറയുന്നതോ ഇങ്ങനെ ചെയ്യൽ നിർബന്ധാണ് എന്നാണ്. ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം അവരെ ശൈഖിനോട് ഇസ്തിഗാസ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അത് സുന്നത്താന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഴുക്കം മട്ടിലൊന്നും പോകാൻ പറ്റൂല, നിർബന്ധാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാന് അപ്പോ മനസ്സിലായല്ലോ ഇവരുടെ ഇടയിലെ കൺഫ്യൂഷൻ. ഇത് ഇസ്ലാമിന്റെ അസ്ല് തൗഹീദിലാണ് ഈ തർക്കമൊക്കെ. എന്നിട്ട് മെല്ലെ ഈ തർക്കത്തു നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താ പതുക്കെ മുജാഹിദുകൾ എട്ടായി പൊട്ടി, ഓരോ തൗഹീദിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ തീരൂല. ഓരോന്നും കൃത്യമായി വേർതിരിച്ചെടുത്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും.
ഞങ്ങൾ രൂപീകരിക്കപ്പെട്ടത് അതിനാണ്, ഞങ്ങളെ ദൗത്യം അതാണ്, ഞങ്ങളെ മുഖ്യ അജണ്ടയും അതാണ്. ആർക്കൊക്കെ എന്തൊക്കെ അസ്വസ്ഥത തോന്നിയാലും എന്താ കാരണം? നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ എന്താ വിഷയം? മക്കയിലെ അവിശ്വാസി സമൂഹവും പ്രവാചകനും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? വേഗം ആളുകൾ വൈകാരികാക്കും, ഞങ്ങളെ മക്കയിലെ മുശ്രിക്കാക്കിയേ, ഒക്കെ വൈകാരികതയിൽ വിഷയം കൈകാര്യം ചെയ്യാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ബദറിലേക്ക് പോവുക. ബദറിൽ 2 ടെന്റുകളുണ്ട്. ഒരു ടെന്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും, മറ്റേ ടെന്റിൽ അവിശ്വാസികളും. ഇവരുടെ 2 വിഭാഗത്തിന്റെയും മനസ്സുകളിലുള്ള വിശ്വാസം എന്താ? അബൂജഹൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? ഇവിടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ ആയത്തുകൾ എടുക്കണം, പരിശോധിക്കണം. ഞങ്ങൾ പറയുന്ന ആയത്തുകളുടെ അർത്ഥം ഞങ്ങളുടേത് കിട്ടാൻ എളുപ്പമാണ്. ജമീൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിലൊരു ഖുർആൻ സോഫ്റ്റ്വെയർ ഉണ്ട്, തുറക്കുക, നിങ്ങൾക്ക് വേണ്ട ആയത്ത് അടിച്ചു കൊടുക്കുക, സാധനം കിട്ടും. അമാനി മോലിന്റെ പരിഭാഷ കിട്ടും. ഇവിടെ അൽഹുദ ബുക്ക് സ്റ്റാൾ പോയ ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടേതോ അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിന്റെ ഒക്കെ പരിഭാഷ കിട്ടും. അവരുടെ പരിഭാഷ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി എന്നാ ഞങ്ങൾ പറയണേ. ഞങ്ങളെ പരിഭാഷ നോക്കണ്ട, എന്നാലും തെളിയും വിഷയം. എന്താ? ആരാ മഴ വർഷിപ്പിച്ചത്? ആരാ നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ചെടി മുളപ്പിക്കുന്നത്? അല്ലാ 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 എന്നാണ് ഉത്തരം. അപ്പോ ഒരു മുസ്ലിയാർ, ഒരു ഉസ്താദ് വന്ന് പറഞ്ഞത്, അത് ഖുറൈശി സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന അവരുടെ വലിയ ദൈവത്തിന് അവർ അല്ലാഹ് എന്ന് പേര് കൊടുത്തതാണ്. എന്നാൽ ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നിടത്ത് പഠിച്ചവന്റെ പ്രയോഗം എന്താ? ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നിടത്ത് പഠിച്ചവന്റെ പ്രയോഗം അഫലാ തഅഖിലൂ, എന്നിട്ടെന്തേ മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കാത്തു? ആരാ മഴ വർഷിച്ചത്? അല്ലാഹ്. അപ്പൊ ഖുറൈശി സഭയുടെ നേതാവായ അള്ളാഹിനെ പറ്റി അവർ പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു എന്ന് അതിന്റെ അർത്ഥം. എന്നിട്ട് എന്തേ നിങ്ങൾ സ്വീകരിക്കാത്തു, വിശ്വസിക്കാത്തു എന്ന് ചോദിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് സഹോദരന്മാരെ, അവരും പ്രവാചകനും തമ്മിലുള്ള തർക്കം എന്താ? യഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് നാളെ അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശകരാണ്, ഞങ്ങൾ തെറ്റും കുറ്റവും ചെയ്തവരാണ്. അതല്ലേ മമ്പർത്ത് പോണ ആളുകളുടെ ഉള്ളിലെ വിശ്വാസം? അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതല്ലേ നമ്മളെ നാട്ടിലെ ആളുകളും വിശ്വസിക്കുന്നത്? ഇത് നമ്മളെ നാട്ടിലെ ആളുകളും അവരും വിശ്വസിക്കുന്നത് ഒന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇമാം റാസി റഹിമഹുള്ളയുടെ വാചകമുണ്ട്, വനദീറുഹു ഫീ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിലും സമാനമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തെ കാര്യം പറയാണ്. ഈ കാലത്തും മക്കയിലെ വിശ്വാസങ്ങൾക്ക് സമാനമായ വിശ്വാസം വരുന്നുണ്ട്. എന്താ? ധാരാളം ആളുകൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുക, ബഹുമാനിക്കുക എന്ന നിലയ്ക്ക്. ബഹുമാനിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താ? ഈ മഹാന്മാർക്ക് സ്വയം കഴിവുണ്ട്, അവർ സ്വയം സൃഷ്ടിക്കുന്നവരാണ് എന്നൊക്കെയാണോ? അല്ല, അങ്ങനെ ബഹുമാനിക്കാനും വന്ദിക്കാനും അവരെ പ്രേരിപ്പിക്കുന്ന വിശ്വാസം. അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, ഇവരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശകരാകും എന്നതാണ്. ഈ ഹക്ക് ഞങ്ങൾക്കറിയാം. ഈ അറിയുന്ന ഹക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കല്ലെടുത്തെറിയുമ്പോഴും ആളുകൾ ബഹിഷ്കരിക്കുമ്പോഴും വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മക്കൾ വേറൊരു വീട്ടിൽ താമസിക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഇതിനെയാണ് ഖുർആൻ ശിർക്ക് എന്ന് വിളിച്ചത്. ആ ശിർക്കാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ അല്ലാഹു അത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്തത് പൊറുക്കും. പ്രവാചകന്റെതോ നബിയെ, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ ശിർക്കും അല്ലാഹു പൊറുക്കുകയില്ല. ഒരുപാട് പ്രവാചകന്മാരെ എണ്ണീട്ട് പറയാ, ആ പ്രവാചകന്മാർ ശിർക്ക് ചെയ്താൽ അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്തവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. ഇതൊക്കെ അറിയുമ്പോ വാപ്പി അളാപ്പി മൂത്താപ്പി നാട്ടുകാരും കൂട്ടുകാരും ഈ ശിർക്കിൽ ജീവിക്കുമ്പോ അതിനെതിരെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് സേ പരീക്ഷയ്ക്ക് ചാൻസ് ഇല്ലാത്ത സ്വന്തം പിതൃവ്യൻ അബൂ ത്വാലിബ് മരിക്കുമ്പോ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ഞാനൊന്ന് വാദിച്ചു നോക്കട്ടെ,
പ്രവാചകൻ അത്രയും സ്നേഹിച്ച പ്രവാചകന്റെ കൂടെ നിന്ന അബൂ താലിബിന് പോലും റബ്ബ് പുറത്തു കൊടുത്തില്ല. 2 ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടും. അത് ധരിച്ചാൽ തലയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും നരകത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടില്ല. ശിർക്കാണ് കാരണം. അത്തരം ഒരു വിഷയത്തിലാണ് ഇവര് തർക്കത്തിലാകുന്നത്. എന്താ ശിർക്കല്ല, ചോദിക്കണ്ട. നേരിട്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, സഹായതേട്ടം നടത്തിയാൽ മതി. പ്രാർത്ഥന തന്നെ ആകാം. പ്രാർത്ഥിക്കാമെന്നത് സുന്നത്താണ്, പ്രാർത്ഥിക്കാമെന്നത് നിർബന്ധാണ്. ഞങ്ങളത് കാണിക്കും നിങ്ങള്. ഞങ്ങൾക്ക് അഖീദയുടെ കാര്യത്തിൽ കാണിക്കും നിങ്ങള്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞ അഖീദ അല്ലാതെ ഒന്നുമില്ല. കർമ്മശാസ്ത്ര മസലയിൽ അവിടെ ആദ്യത്തെ പാഠപുസ്തകത്തിൽ 6 ഷർത്ത്, ഇപ്പോൾ 7 ഷർത്ത്, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുമ്പോ ജനങ്ങളെ നിങ്ങളെ കാര്യം ചിന്തിച്ചോ. ഇവര് പറയണ എന്താ? ഇവര് പറയണ വേറൊരു കാര്യമുണ്ട്. ഇത് എന്ന് പറഞ്ഞാല് വെറും ജായിസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ ഉസ്താദ് ബസ്സിൽ കയറണ മാതിരിയാന്നാ പറഞ്ഞത്. ബസ്സിലും വണ്ടിയിലൊക്കെ കാരണമാരിയാന്നാ പറഞ്ഞത്. എന്താ ഒരു മുസ്ലിയാരിട്ട് ചോദിക്കാണ് ഒരു സദസ്സിൽ വെച്ച്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഭാഗമാണ്. അത് വീണ്ടും ആവർത്തിച്ച് ജനം കാണേണ്ടതാണെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാനത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കുന്നു. എന്താ ചോദ്യതാണ്, ഉസ്താദേ ഇസ്തിഗാസന്റെ ഹുക്ം എന്താണ്? ഇസ്തിഗാസന്റെ ഹുക്മ് അത് ജായിസാണ്. ജായിസായ ഒരു കാര്യം അതിന് കൂലി കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങൾ കണ്ടോളൂ. ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കല് KSRTC ബസ്, മറ്റേത് ബെൻസും അല്ലേ? അതല്ലേ ഇപ്പൊ വന്നത്. പിന്നെ ഒരു കൂലി ഇതിന് കിട്ടൂല. ഒരാൾ പറഞ്ഞു സുന്നത്താണ്, വേറൊരാൾ പറഞ്ഞു നിർബന്ധാണ്. ഇയാളുടെ അടുത്തേക്ക് എത്തിയപ്പോഴോ ഇതിനൊരു കൂലിയില്ല. യാ ശൈഖ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ചു. അല്ലെങ്കിൽ അജ്മീർക്ക് പോയി, അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോയാ കൂലിയില്ല, കുറ്റമല്ല, ഫലപ്രദാണ്, ഉത്തരം വേഗം കിട്ടും. അതാ അതിന്റെ അർത്ഥം. എന്നാ ഖുർആൻ പറഞ്ഞതോ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതിന്റെ അർത്ഥം ഒന്ന് വായിക്കുകയോ എടുക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത മനുഷ്യരെ
അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ പ്രവാചകന്റെ ഒരു പരാതി വരാനുണ്ട്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു റബ്ബേ. ഈ അവഗണന എന്താണ്? ഈ ഹജർ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, തർക്കു തദബ്ബുരിഹി വ തഫഖുമിഹി മിൻ ഹജറാനിഹി, ഖുർആനിന്റെ അർത്ഥം പഠിക്കാതിരിക്കലും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാതിരിക്കലും ഖുർആൻ തള്ളിക്കളയലാണ്. ഇൻ തദഉഹും നറന്ദ ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചോ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇനി മാത്രല്ല, അങ്ങനെ ചെയ്ത ആ പണിക്ക് പടച്ചോൻ വിളിക്കണ പേരെന്താ? വയൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ യക്ഫുറൂന ബിശിർക്കിക്കും, ആ വിളി ശിർക്കാകുന്ന വിളിയാണ്. അതിനെ അവർ നിരാകരിക്കുകയും ചെയ്യും. മുഹീദ്ദീൻ ശൈഖ് പറയും, എനിക്കറിയില്ല. ഫലപ്രദമാണെന്നുള്ളത് മൂപ്പര വക, അതിന് ഇസ്ലാമിൽ തെളിവില്ല, അതിന് ഇസ്ലാമിൽ തെളിവില്ല. അപ്പോ ഒരു ഗുണമില്ലാത്ത കാര്യം, ഒരു ഗുണമില്ലാത്ത കാര്യത്തിനാണ് ഇവരെന്ത് ചെയ്യണത്? മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കണത്, പരിപാടിക്ക് കല്ലെറിയണത്, ഞങ്ങളെ ചീത്ത വിളിക്കണത്. ഏതെങ്കിലും ഒരു MLA-ക്ക് എന്തെങ്കിലും ഒരു മുജാഹിദ് ബന്ധമുണ്ടെങ്കിൽ അയാളെ തോൽപ്പിക്കണം തീരുമാനിക്കണത്. ഇവരെന്നെ എത്തിയതെന്താ? ശിർക്കല്ല, ചോദിക്കണ്ട. മനസ്സിലായില്ലേ? പിന്നെ എത്തിയതെന്താ? പ്രാർത്ഥിക്കാന്നുള്ള അഭിപ്രായം. പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെന്തേ? സഹായതായിട്ട് നടത്തുന്നുള്ളൂ. എന്നാ അതേ ആൾക്കാരോ വിളിച്ചു പ്രാർത്ഥിക്കും. അതിന്റെ തെളിവുകളും നിങ്ങൾ കണ്ടു, അതിന്റെ തെളിവുകളും നിങ്ങൾ കൃത്യമായി കണ്ടു. എന്നാലേ പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തില്. ഇവരെ ശരിക്കുള്ള അഭിപ്രായം എന്താ അറിയങ്ങള്? ഇവരുടെ ശരിക്കുള്ള അഭിപ്രായം സുജൂദ് വരെ ആകാം എന്നാണ്. ഇതൊക്കെ ആളുകള് പിന്നെ സംവാദങ്ങളും എഴുത്തുകളും ലേഖനങ്ങളും വരുമ്പോ അത് അവിടെ ഉണ്ടാകും. ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മളുടെയൊക്കെ വീട്ടിലും നമ്മളുടെയൊക്കെ എന്താ പറയാ മേശപ്പുറത്തൊക്കെ കിടക്കണേ മാസികകളിലും പത്രങ്ങളിലും തന്നെ പലപ്പോഴും വന്ന് കിടക്കുന്നുണ്ടാകും കേട്ടോ. എന്നാൽ അത് ചിലപ്പോഴൊന്നും നമ്മളെ ശ്രദ്ധയിലേക്ക് എത്താതെ പോകുന്നു. നിങ്ങൾ കേട്ടോ, ഞാൻ ഇവിടെ പറഞ്ഞ ഓരോ തെളിവും ഹാജരാക്കാൻ നമ്മൾ റെഡിയാണേ. എന്താ പ്രശ്നം? നമ്മൾ റെഡിയാണ്, ഓരോന്നും ഹാജരാക്കാൻ റെഡിയാ. 2003 ജൂലൈ മാസത്തിലെ സുന്നത്ത് മാസികയിൽ ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് അല്ലാതെ ഉണ്ടാകും. ഉമർ മൗലവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കും, ബിംബത്തിന്റെ മുന്നിൽ കിടക്കുന്നത് പോലെ കണ്ടാലും എന്താണ് അയാൾ ശിർക്ക് ചെയ്തു എന്ന് പറയരുത്. എന്താ അതിന്റെ കാര്യം? തൊട്ടുപ്പുറത്ത് ഒരാൾ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ടാവും, കടക്കട അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാ കാരണം. എന്നിട്ട് അതൊക്കെ ഉദ്ധരിച്ച് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ആളുകൾ എഴുതി വെച്ചതാണ് ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നതുകൊണ്ട് ശിർക്കാവുന്നില്ല. ഇത് ഏതോ ഒരു ലക്കത്തിൽ എഴുതിയതുകൊണ്ട് മാത്രം വായിക്കുന്ന ആൾക്കാരല്ല ഞങ്ങള്. അങ്ങനെ മാച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടി തെളിവ് ഉദ്ധരിക്കുന്ന ആൾക്കാരല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. ഏതോ ഒരാൾ എപ്പോഴും ഒന്നിങ്ങനെ എഴുതി വെച്ച ഒരു സാധനം, അതല്ല ഇവിടുത്തെ വിഷയം. ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഇവര് പഠിപ്പിച്ചതിൽ നിന്ന് ഉൾക്കൊണ്ട് സുജൂദ് ചെയ്യുന്ന, റുക്കൂ ചെയ്യുന്ന അവസ്ഥ നാട്ടിലുണ്ട്, ഖബറും പുറത്തുണ്ട്. അത് ഇവരുടെ പ്രസംഗങ്ങളുടെ പ്രതിഫലനമാണ്. അതാ വിഷയം. നിങ്ങൾ കണ്ടു നോക്ക്, കൃത്യമായി ആളുകൾ ഖബറിങ് ചെന്ന എന്തൊക്കെ ചെയ്യണത്, ഖബറിങ് ചെന്ന ജനങ്ങൾ എന്തൊക്കെ ചെയ്യണത്. ഇവര് ഒരു ഭാഗത്ത് ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും രേഖാപരമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും. ശിർക്കല്ല, ചോദിക്കണ്ട എന്ന് പറയാം. അത് സുന്നത്താണോ ഫർളാണോ, ഉപകാരം, വെറും ഒരു ഉപകാരം എന്ന് പറഞ്ഞ പുതിയൊരു പഞ്ചസ്തംഭങ്ങൾ ഒരു പുതിയ മസാല ഉണ്ടാക്കിയിരിക്കുകയാണ് മുസ്ലിയാര് അല്ലെ. ജനങ്ങള് ഖബറും പുറത്ത് പോയി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ജനങ്ങള് റുക്കൂയിലും സുജൂദിലും തവാഫിലും റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് കൊടുക്കുക. അപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, എന്ത്, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഫാഷിസം നമ്മൾ ആക്രമിക്കുന്ന കാലമല്ലേ? രാജ്യസഭ പിന്നെ പാർലമെന്റിൽ ഇപ്പൊ നടക്കുന്ന ചർച്ച എന്താ നിങ്ങൾക്കറിയോ? അതൊക്കെ ഒന്നൊന്നര അറിയാം. ഇവിടെ ഏത് വിഷയം വന്നാലും ആ വിഷയത്തിൽ ആദ്യം നിലപാട് പറയുന്നതും പ്രതികരിക്കുന്നതും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. ഞങ്ങൾ നിലപാട് പറയാത്തതും ഞങ്ങൾ കൃത്യമായി സമൂഹത്തിന് ഗൈഡൻസ് കൊടുക്കാത്തതുമായ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇനി മഞ്ചേരിയിൽ ഇവിടെ എങ്ങനെ ഒരു പ്രസംഗം നടന്നതുകൊണ്ട് വോട്ട് ഭിന്നിക്കാനൊന്നും പോണില്ല. വോട്ട് ഭിന്നിക്കാൻ പോണുണ്ടോ? ഇവിടെ ഖണ്ഡനം നടന്നു, സംവാദം നടന്നു, നീ വിവരമില്ലാത്തൊരുത്തൽ എറിഞ്ഞു, ചോര പൊട്ടി എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഇലക്ഷൻ ആണെങ്കിൽ വോട്ടൊക്കെ ഒറ്റപ്പെട്ടിക്ക് വീഴുള്ളൂ.
അതുകൊണ്ട് വോട്ട് പിന്നിക്കൂല. എന്നാലോ മുക്കിന് സ്വന്തം പാർട്ടിയും സംഘടനയും വലുതാക്കാൻ വേണ്ടി എന്താ BJP ജയിക്കുന്ന സംശയമുള്ളടത്തും ജയിക്കുന്ന ഉറപ്പുള്ളടത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നവർ അല്ലെ, മുസ്ലിം ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എഗൈനിസ്റ്റ് ആയിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്നവർ, അവരാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് അവർക്ക് പാർലമെന്റുകളിലേക്ക്, പഞ്ചായത്തുകളിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക്, നിയമസഭയിലേക്ക് വഴിയൊരുക്കുന്നത്. എന്നിട്ട് ഒരു സംഘടന ചോദിച്ചെന്താ അറിയോ, രാവും പകലും മുസ്ലിം സമുദായത്തിനു വേണ്ടി സെക്യൂരിറ്റി നിൽക്കുന്നവർ എന്ന് പറഞ്ഞൊരു സംഘടന. എന്റെ സുഹൃത്തുക്കൾക്ക് എന്നോട് വിഷമം വേണ്ട. ഈ വിഷയത്തിൽ മഞ്ചേശ്വരത്തെ വിഷയം വന്നപ്പോ പോസ്റ്റ് ചെയ്ത എന്റെ പോസ്റ്റിന്റെ താഴെ നിങ്ങൾ എഴുതിയ എല്ലാ ടെക്സ്റ്റും അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അത് ചരിത്രത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി കാത്തുവെച്ചതാണ്. ഒരുപാട് കാര്യം പുറത്തേക്ക് വന്നു. ലീഗിനും കോൺഗ്രസിനും CPM-നും ഇല്ലാത്ത എന്ത് ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് എന്നാ ചോദിച്ചത്. 2 വട്ടങ്ങൾ അത് വീണ്ടും ചോദിക്കും. ലീഗും കോൺഗ്രസും CPM-ഉം മാത്രം അതുപോലെയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആയത്തു ഹദീസ് ഓതിയിട്ട് നിങ്ങളെ സംഘടന ഉണ്ടാക്കണ്ട. മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ഇത്തരം രംഗങ്ങളൊക്കെ നാട്ടിൽ നടക്കുകയാണ്. തൗഹീദിൽ ശുദ്ധമല്ലാത്തൊരു ജനതയ്ക്ക് റബ്ബിന്റെ സഹായം ഇറങ്ങൂല. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ഒരു ജനത അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ചു പോകുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവതരിക്കും. മാത്രല്ല ഖുർആൻ പറഞ്ഞു എന്താ, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളുടെ മുൻപുള്ളവർക്ക് ആധിപത്യവും അവകാശവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും. യഅബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. വലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കരുത്. അതാ ഡിമാൻഡ്. അപ്പൊ അത് പഠിപ്പിക്കുമ്പോ അതിനെതിരെ നിങ്ങൾ എന്ത് കമന്റ് ചെയ്താലും ഒരു പ്രശ്നമല്ല. അപ്പൊ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇവരിപ്പോ ഈ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ച് അത് സാധാരണക്കാരല്ലേ, വിവരമില്ലാത്ത ആൾക്കാരല്ലേ ചെയ്യണത്? വിവരമില്ലാത്തവരല്ല, ഇവരുടെ പണ്ഡിതന്മാര്. കാന്തപുരം ഉസ്താദ് ഉള്ള സദസ്സിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന വ്യക്തി വൈലത്തൂർ തങ്ങള്, അദ്ദേഹം മരണപ്പെട്ടുപോയി. വൈലത്തൂർ തങ്ങള്, കൂടാര ഇവരുടെ മുഫ്തി, ഇവരൊക്കെ ഖബറും പുറത്ത് ചെയ്യണ എന്താ നിങ്ങൾ നോക്ക്. കേരളത്തിന്റെ പുറത്തു പോയപ്പോഴുള്ള സീനാണ്. എന്താ ആദ്യത്താള് നെല്ലിക്കുത്ത് മുസ്ലിയാര്, പൊന്മള മുസ്ലിയാര്, അദ്ദേഹം തൊട്ട് തടവി, മറ്റേയാള് നേരെ സുജൂദിക്കാണ് വീഴുക ഖബറിന്റെ മുമ്പിൽ. മനസ്സിലായില്ലേ? എന്താ അത് അബദ്ധത്തിൽ വന്നതല്ല, ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല എന്ന് വിശ്വസിക്കണത് കൊണ്ട് അത് ചെയ്തത്, വിശ്വസിക്കണോണ്ട്. അപ്പൊ ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ സുഹൃത്തുക്കളെ? ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയവും ഖബറിടത്തെ ആരാധനാ കേന്ദ്രമാക്കരുതെന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചതൊക്കെ പഠിപ്പിക്കും. ആ തിങ്കളാഴ്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ലോകത്തോട് യാത്ര പറയുമ്പോ ആയിഷാ ബീവിയുടെ ബൈന നഹരി വഹിജ്രി, എന്റെ നെഞ്ചിനും എന്റെ മടിക്കും ഇടയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ലോകത്തോട് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ധരിക്കുക. എന്താ? ലാ തജഅൽ ഖബരി വസന യുഅബദ്, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് പടച്ചോനെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. മാത്രല്ല അതിനെ നീ ഈദാക്കരുത്, ആഘോഷ സ്ഥലമാക്കരുത് എന്ന് പഠിപ്പിച്ചു. ഈദ് എന്ന് പറഞ്ഞാല് ആഘോഷം, അതിന്റെ ഉറുദു ഉറൂസ്. എന്റെ ഖബറിനെ നീ ഉറൂസിന്റെ കേന്ദ്രമാക്കരുത്. ഇതൊക്കെ നമ്മളൊൻ പഠിപ്പിക്കുമ്പോ മുസ്ലിയാക്കന്മാർക്ക് ഉത്തരം ഉണ്ടാവൂല. അപ്പൊ എന്താ വന്ന് പറയാന്നറിയോ? അപ്പൊ വന്ന് പറയണത് നിങ്ങൾ കേട്ടോ, എന്താ? തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്. തൊടരുത്, മുത്തരുത്, ചുംബിക്കരുത്. അദ്ദേഹം പറയണ നിങ്ങൾ കേട്ടോളി. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതപോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈദാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈദാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. തെല്ലത്തു സാലിക്കീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതുകൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന്
അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. കേട്ടല്ലോ? അപ്പൊ ഇതൊന്നും പറ്റൂല. ഇതൊരു ഭാഗത്ത് പറയും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ജാതി പണിയൊക്കെ എടുക്കും. ഇതൊക്കെ കിതാബിലുണ്ട്, ഇത് ഇവർക്ക് അറിയാം. അപ്പൊ ഇവരുടെ തൗഹീദിന്റെ കഥ എന്താ? ഇപ്പൊ എവിടെ എത്തി തൗഹീദ്? ഇപ്പൊ തൗഹീദ് എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ ഒന്നും തീർന്നില്ലട്ടോ, തീർന്നില്ല. ഒരു 10-20 മിനിറ്റ് ഉണ്ട് ഇവരുടെ തൗഹീദ്. ഈ ഇരിക്കണ കല്ലും മണലൊക്കെ അല്ല, ഇതൊക്കെ അല്ലേ ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. വെറുതെ പറഞ്ഞു പോണല്ല, രേഖ വെച്ചിട്ടേ പറയൂ. രേഖ വെക്കാതെ പറയില്ല, രേഖ വെക്കാതെ ഒരിക്കലും പറയില്ല. അത് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇവിടെ നിൽക്കണില്ല. നമ്മൾ ഇതിനൊക്കെ പ്രതിരോധിക്കുക എന്തുകൊണ്ടറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായതേട്ടം നടത്തുന്നു എന്ന് പറയാ. എന്നിട്ട് ഈ പണിയൊക്കെ എടുക്കുക. അപ്പൊ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഈ ഇയ്യാക നഅ്ബുദു ബുദ്ധിമുട്ടായി. അപ്പോ ഒരു മുസ്ലിയാർ തഫ്സീർ എഴുതിയപ്പോ എന്താ ചെയ്തറിയോ? മൂപ്പര് പതുക്കെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് മാത്രം എല്ലാം എടുത്തിട്ടു. നിന്നെ ആരാധിക്കുന്നു, നിന്നോട് സഹായതേട്ടം നടത്തുന്നു. മുജാഹിദീങ്ങൾ വിടുവോ? ഓരോ മുഖ്യ വിഷയം ഇതായതുകൊണ്ട് പിടിച്ചു. നിങ്ങളെ മാത്രം കട്ടതാണോ അതോ വിട്ടതാണോ? വിട്ടതാണെങ്കിൽ തിരുത്തിക്കോളൂ, കട്ടതാണെങ്കിൽ പറ്റൂല. കാരണം അപ്പൊ അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിൽ മാത്രം മുജാഹിദുകൾ കെട്ടിച്ചേർത്തതാണ്. വിശദീകരണം വന്നു. വേറൊരു മുസ്ലിയാര് മാത്രം മുജാഹിദുകൾ പുതിയതായി ഉണ്ടാക്കിയതാണ്, സാങ്കല്പികമായി കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, KV കൂറ്റനാട് മുസ്ലിയാരിന്റെ പരിഭാഷയിലുണ്ടല്ലോ, അപ്പൊ മൂപ്പരും പുതിയതായി ഉണ്ടാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ ഖുറാനിന്റെ പേരിൽ കെട്ടിണ്ടാക്കണോൻ അല്ലെ, അവൻ നരകത്തിലാണെന്നുണ്ടല്ലോ. ഉസ്താദ് നിങ്ങൾ നരകത്തേക്ക് വിട്ടോ? വലിയ ഖാദിന്റെ പരിഭാഷയിലുണ്ടല്ലോ. എന്താണ് കാര്യം? മസ്അല പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത് പദാർത്ഥത്തിൽ ഇല്ല, യഥാർത്ഥത്തിൽ ഉണ്ട്. കേട്ടോളി. കാരുണ്യകനും ഭരണവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അല്ലേ? അങ്ങനെയല്ല അർത്ഥം? എല്ലാവരും പറയുന്ന അർത്ഥം അങ്ങനെ തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു നിർത്തിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക്കനാവുന്നുണ്ട്. അവിടെ പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല, യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. അപ്പൊ എന്തേ മനസ്സിലായി? കൗമിനെങ്ങനെ എന്താ പറയാ, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് കളിപ്പിക്കണമാതിരി കളിപ്പിക്കുകയാണ്. ഇവർ ഈ കളി മുഴുവൻ എടുക്കുന്നത് തൗഹീദിലാണ്. നിങ്ങൾ മറക്കരുത്. ഇവർക്കിങ്ങനെ പോയാ മതി അല്ലെ? ഇവർക്കിങ്ങനെ പോയാ മതി. നാളെ പരലോകത്ത് ചെല്ലുമ്പോ മനുഷ്യരുടെ വിലാപങ്ങളെ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചോനെ, ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളിലെ വലിയ ആളുകളൊക്കെയാണ് ഞങ്ങളെ പറ്റിച്ചത്, ഞങ്ങളെ വഴികേടിലാക്കിയത്. പടച്ചോനെ, അതുകൊണ്ട് അവരെ നീ ശപിക്കണേ, അവരെ നീ ഏറ്റവും ശക്തമായി ശപിക്കണേ. അവരെ ഞങ്ങളുടെ കാലിന്റെ ചോട്ടിലേക്ക് ആക്കിക്കൊണ്ട റബ്ബേ, ഞങ്ങൾ അവരെ ചവിട്ടി മതിക്കട്ടെ റബ്ബേ എന്ന് മനുഷ്യൻ വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമുക്ക് പഠിക്കാനും ആലോചിക്കാനും തിരുത്താനുമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഒളൂവിന്റെ ശർത്തും ഫർളും ഏതെങ്കിലും മസ്അലാപരമായ കാര്യമല്ല, ഇസ്ലാമിന്റെ അഖീദയാണ്. അമ്പിയാക്കൾക്ക് വരെ പുറത്തു കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉപ്പാക്ക് റബ്ബ് പുറത്തു കൊടുക്കാത്ത വിഷയം അത്. അബൂ താലിബിന് വേണ്ടി പ്രവാചകൻ പടച്ചോന്റെ മുമ്പിൽ സംസാരിച്ചിട്ട് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മസ്അലയാണിത്. ആ വിഷയത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഇനി കേരള ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണില്ല? ഒരു മഹാനോട് ഞങ്ങള് അള്ളഹാനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കണില്ല. എന്താണ് ശരിക്കും കേട്ടോളി, അതുകൂടി പറഞ്ഞാൽ നമ്മളെ സംഗതി അവസാനിച്ചു. എന്താ? ഒരു മഹാനോടും നേരിട്ട് എന്ത് ചെയ്യണില്ല? ഞങ്ങള് അള്ളഹാനോട് ചോദിക്കണ പോലെ ചോദിക്കണില്ല. എങ്ങനെ ചോദിക്കണുള്ളൂ? കൊടുത്ത കഴിവിൽ നിന്നേ ചോദിക്കണുള്ളൂ എന്നാണ്.
കൊടുത്ത കഴിവില്ലെന്നേ ചോദിക്കുന്നുള്ളൂ. ഇത് മുസ്ലിയാക്കന്മാര് കേരളത്തിലുടനീളം പ്രസംഗിച്ച് നടന്നതാണ്. ഖലീൽ തങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് എന്താണ്? അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ആർക്കും കഴിയില്ല. അപ്പോൾ അള്ളാഹു തആലക്ക് കുറേ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫിൽ ഹയാത്ത് വഫിൽ ബഅദൽ ഹയാത്ത് ബിലാ ഹദ്ദിൻ വലാ ഹസ്നിൻ. ജീവിതകാലത്തും മരണകാലത്തും ഒരു അതിർത്തിയില്ലാതെ ഇഷ്ടം പോലെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇത് ഇവരെഴുതുകയും ചെയ്തു. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് അംബിയ ഔലിയാക്കളാകുന്ന മഹാന്മാരുടെ കാഴ്ച, കേൾവി തുടങ്ങിയ കഴിവുകൾ തികച്ചും അസാധാരണമാണെന്നും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വിരുദ്ധമായി ഒരേ സമയത്ത് തന്നെ വളരെ അകലെ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിളികൾ അവർക്ക് കേൾക്കാനും ഗ്രഹിക്കാനും പരിഹരിക്കാനും കഴിയുമെന്നും ഈ കഴിവ് അള്ളാഹു അവർക്ക് ഔദാര്യമായി കൊടുത്തതാണെന്നും സ്പഷ്ടമായി. ഇതായിരുന്നു ഇവരുടെ തൗഹീദ്. ഇത് ആയിരുന്നു ഇവരുടെ തൗഹീദ്. ഇവരേറ്റവും കൂടുതൽ കവല പ്രസംഗങ്ങളിൽ പ്രസംഗിച്ച ഒരു മസ്അല ഇത്. ഇനി ഇത് പേരോടും കൂടി ഈ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അല്ലാഹു തആല കണ്ണിന് കാതിന് പ്രത്യേകം കഴിവ് കൊടുക്കുന്ന മഹാന്മാരുണ്ട്. അതിന് ചില മഹാന്മാര് കുതുബായി വന്നവർ, ബാപ്പന്റെ മുതുകെന്ന് വരുമ്പോ തന്നെ വലിയ വലിയായി വന്നവരുണ്ട്, കുതുബായി വന്നവരുണ്ട്. അതിൽപ്പെട്ടൊരു കുട്ടിയാണിത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു മഹാനായിരുന്നു. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, മുതലായ റമളാനിൽ മുലനെ കൂടിക്കൊന്നാൽ 30 നാളിലും മുലനെ തോടാതോവർ. റമളാൻ മാസത്തിൽ 30 ദിവസവും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പകല് സമയത്തും മാന്റെ മുല കുടിച്ചിട്ടില്ല. ബാപ്പന്റെ മുതുകെന്ന് വരുമ്പോ തന്നെ വലിയ പവറോടുകൂടെ അള്ളാഹു പറഞ്ഞേച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ വലിയല്ല, ഔലിയാക്കൾക്ക് നേതാവായ വലിയാണ്. വലിയ പവർ അല്ലാഹു കൊടുത്തവരാണ്. ആരിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, എല്ലാവർക്കും പവർ ഒരുപോലെയല്ല. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു പറയുന്നു, വിശ്വസിച്ച മഹാന്മാര്, അതിൽ വല്ലാത്ത ഇൽമ കിട്ടിയ മഹാന്മാര്, അവരെ ദറജകളെ നമ്മൾ പടിപടിയായി ഉയർത്തും നബിയേ. എല്ലാരെ ദറജയും ഒരുപോലെയല്ല. ഇതിങ്ങനെ കവലകളിലും സമ്മേളനങ്ങളിലൊക്കെ പ്രസംഗിച്ചു. കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അവർക്ക് പ്രത്യേക കഴിവുണ്ട്. നമ്മൾ അന്നൊക്കെ പറഞ്ഞു വന്നു, അള്ളാഹുവിന്റെ കഴിവ് ഒരു വ്യക്തിക്കും ശക്തിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താണ് പ്രശ്നം എന്ന ആയത്തെ നമ്മൾ ഉദ്ധരിച്ചു. അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ കഴിവ് ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരിക്കലും റബ്ബ് കൊടുത്തിട്ടില്ല. പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കഴിവ്, പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ്, രോഗം മാറ്റാനുള്ള കഴിവ്, ആഗ്രഹം സൽഫീകരിക്കാനുള്ള കഴിവ്, ദേശാന്തര കാല വ്യത്യാസമില്ലാതെ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ സർവം കേൾക്കാനുള്ള കഴിവ്, ഇത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അവനല്ലാതെ മറ്റാർക്കുമില്ല. അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അവൻ സർവം കേൾക്കുന്നവനും അവൻ സർവം അറിയുന്നവനുമാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇത് പറയുന്ന പരിപാടികൾ കയ്യേറി കൂക്കി വിളിച്ചു. ഇവിടെ മുത്തന്നൂരിൽ ഒരു മനുഷ്യനെ 3 ദിവസം തുടർച്ചയായി പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും വീട്ടുകാരും കമ്മിറ്റിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി. 3 ദിവസം മയ്യിത്ത് മറവ് ചെയ്യാതെ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി പുറത്തിരുന്നതിന്റെ, ഫ്രീസറുകളില്ലാത്ത കാലത്ത് പുറത്തിരുന്നതിന്റെ രേഖകൾ ഇവിടെ മഞ്ചേരിയിലെ കോടതി മുറിയിലെ ഫയലിൽ വിശ്രമിക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെ തൗഹീദിന്റെ സംഘം അവര് നിയമത്തിന്റെ പോലീസിന്റെ സെക്യൂരിറ്റിയിൽ ആ മുത്തന്നൂരിലെ മണ്ണില്ല മനുഷ്യനെ മയ്യിത്ത് വെച്ച് അവര് വീട്ടിലേക്ക് പോയി വാതിലടച്ച് ഒളിച്ചിരിക്കല്ല ചെയ്തത്. മറിച്ച് വരുംകാലത്ത് ഈ മഞ്ചേരിയിൽ ഇതേപോലെ ഞാനടങ്ങുന്ന തലമുറക്ക് ഈ തൗഹീദ് ഭയമില്ലാതെ പ്രസംഗിക്കാൻ, ശക്തമായി സംസാരിക്കാൻ അവര് അവരുടെ ജീവിതം കൊടുത്തു. ആ ജനതയോടാണ് നിങ്ങളുടെ പോരാട്ടം. അവരുടെ
പിൻഗാമികളോടാണ് നിങ്ങളുടെ പോരാട്ടം. അത് കണ്ടു വളർന്ന കേട്ടു വളർന്ന ചരിത്രത്തിൽ ഉൾക്കൊണ്ടവരെ ജിന്നിന്റെയും സിഹറിന്റെയും പിശാചിന്റെയും ചാപ്പ കുത്തി കെട്ടിയാൽ ഞങ്ങൾ ഉറക്കെ പറയും, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഞങ്ങൾക്ക് വിളിക്കാനില്ല, ചോദിക്കാനില്ല. ആരൊക്കെ ആക്ഷേപിച്ചാലും ആക്ഷേപങ്ങൾ മുഴുവൻ വരുന്ന ഒരു പരലോകമുണ്ട്. അവിടെ പ്രസംഗിച്ച് നടന്നവരെ കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന്റെ പ്രതിക്രിയ, കുത്തിന്റെ എണ്ണവും വേദനയും നിശ്ചയിച്ച് തിരിച്ചു കുത്തി പ്രതികാരം ചെയ്യുന്ന ലോകമുണ്ട്. അവിടെ വെച്ച് കാണാന്ന് മാത്രമേ പറയുള്ളൂ. സുഹൃത്തുക്കളെ, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ച് വിശ്വസിച്ച് അങ്ങനെ മരിച്ചുപോയ മനുഷ്യരെ മുഴുവൻ ക്യാൻസലാക്കിക്കൊണ്ട് ഇപ്പോൾ പേരോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. ചർച്ചകൾ വന്നപ്പോ, തർക്കങ്ങൾ വന്നപ്പോ, അവരെ ഉള്ളിൽ തന്നെ ഒരുപാട് കക്ഷിത്തങ്ങൾ ഉണ്ടായപ്പോ എല്ലാവരും ശമ്പളക്കാരും ആനുകൂല്യം പറ്റുന്നവരുമായതുകൊണ്ട് പൊട്ടിച്ച് പുറത്തു ചാടാൻ കഴിയാത്തത് കൊണ്ട് പിളർപ്പുകൾ രൂപപ്പെട്ടിട്ടില്ല. നല്ല കാര്യം അല്ലെ? ഇങ്ങനെ മുസ്ലിങ്ങൾ പിന്നെയും തുണ്ടമായി പിളരുന്നു എന്നുള്ളത് ഫാഷിസ്റ്റുകൾക്ക് ആഘോഷിക്കാൻ പറ്റിയ കാര്യം വേണ്ട. അവിടെ നോളി അല്ലെ? എല്ലാരും കൂടി നേരിടേണ്ടി വരും. ലെറ്റർ പേഡിന്റെ എണ്ണം കൂടും. അവിടെ നോട്ടെ, 8 20 ഒക്കെ ആയിട്ടുണ്ട്. അവിടെ തന്നെ നോട്ടെ. എന്താ പേരോട് പറഞ്ഞത്? ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന പേരോട് പറയണത് ശ്രദ്ധിച്ച് കേൾക്ക് നിങ്ങൾ. ഈ അടുത്ത് എന്റെ ചില പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയ്യത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ. ആ ഭാഗം ഒന്നുകൂടി ബാക്ക് കിടി. എന്താണ് മുഅ്തസിലിയത്തിന്റെ ആശയം? പടച്ചറബ് കുറച്ച് കൊടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് ഒന്നുകൂടി പറയുന്നത്. പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതോ, വർദ്ധിച്ച കാര്യങ്ങൾ ജനിക്കണിന്റെ മുമ്പേ ഭയങ്കര പവർ കൊടുത്തു പോന്നതുകൊണ്ട് എന്താ അമ്മിഞ്ഞപ്പാല് വരെ കുടിക്കാതെ നോമ്പ് നോറ്റ് ചെറിയ പ്രായത്തിൽ തന്നെ ജീവിച്ചു എന്നൊക്കെയാണ് തള്ളി വിട്ടത്. ഇപ്പൊ അവരുടെ തൗഹീദിന്റെ അവസ്ഥ നോക്കുങ്ങള്. കഴിഞ്ഞ കാലത്തെ തൗഹീദിലെ ആശയങ്ങൾ മുഴുവൻ തിരുത്തുക. ഞങ്ങൾ ഇങ്ങനെ തിരുത്തി എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയണ്ടോ? നേരത്തെ മനുഷ്യ കഴിവ് എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പൊ സൃഷ്ടിയുടെ കഴിവ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. നിങ്ങൾ പറയാ, അപ്പൊ പറഞ്ഞുതരാം മറുപടി. ഞങ്ങൾ ഈ ആശയ പ്രചാരണം തുടങ്ങിയ കാലം മുതൽക്ക് ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് സൃഷ്ടിയുടെ കഴിവ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വന്നത് രേഖകൾ ഉദ്ധരിച്ച് ഞങ്ങൾ സംസാരിക്കും. രേഖകൾ ഉദ്ധരിച്ച് സംസാരിക്കും. തൗഹീദിൽ ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ക്ലാരിറ്റി പ്രശ്നങ്ങളുള്ളവർ, നിർവചനങ്ങൾ തിരുത്തിയവർ, അവർക്ക് ഇത് പറയാനും കഴിയില്ല. അത് തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ് ആശയപരമായ വ്യത്യാസമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അലവി സഖാഫിനെ ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പരിധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നുകൂടി പറയട്ടെ. അള്ളാഹുവിനുണ്ട് ആ കഴിവ്. അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നു. ഖുർആൻ പറയുന്നു, ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന്. സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ചു നിൽക്കണ്ട. പടച്ചോൻ പറയാ, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, യർസുഖു മൻ യശാഉ മിൻ ഖൽഖിഹി വയുൽഖീഹി അതാഅൻ കസീറൻ ജസീലൻ. വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസനിൻ, ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 2000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 10000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. വലാ തഅദാദിൻ, എണ്ണി കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല
ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ആയത്ത്, ഹദീസ്, തഫ്സീർ ഒക്കെ വെച്ച് സമർത്ഥിച്ചു. എന്താ സമർത്ഥിച്ചത്? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു കണക്കില്ലാതെ കൊടുക്കും. അല്ലാഹു കണക്കില്ലാതെ പടച്ചോന്റെ കൈ കൊടുക്കുന്ന അവിടെ ഉണ്ടോ? ഈ പറഞ്ഞത് വിഗ്രഹങ്ങൾക്ക് കിട്ടൂലെന്ന് കിട്ടുമോ? ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കിട്ടുമോ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താ ഈ പറയണത്? പടച്ചോൻ ഓരോരുത്തർക്കും ചില ആളുകളെ ബില്യണറാക്കും, ചില ആളുകളെ 100 കിലോ പൊക്കണോനാക്കും, ചില ആളുകളെ 200 കിലോ പൊക്കണോനാക്കും, ചില ആളുകൾക്ക് ഒരു തീപ്പെട്ടി കൊള്ളിയെടുക്കാൻ പറ്റൂല. അതൊക്കെ പടച്ചോൻ ഉദ്ദേശിച്ച മാതിരിയാണ്. ശക്തിയും കഴിവും ഒക്കെ കൊടുക്കുക. എനിക്ക് കണ്ണട വെച്ചാലേ കാണുള്ളൂ, നിങ്ങൾക്ക് കണ്ണട വെക്കാതെ കാണും. അതല്ലാതെ പടച്ചോൻ പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ, ഗൈബ് അറിയാൻ, സൃഷ്ടികൾക്ക് ആവശ്യമുള്ള റബ്ബിന്റെ അടുത്ത് നിന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് പടപ്പുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ ആയത്തിലൊന്നുമില്ല. നമ്മൾ പണ്ടും പറഞ്ഞു. ഇപ്പൊ അത് പേരോട് പറയുന്നു. പേരോട് അലവി സഖാഫിക്ക് മറുപടി പറയട്ടെ. പറയണത് ഫർളും ഷർത്തും സുന്നത്തും മൻദൂബൊന്നുമല്ല, തൗഹീദാണ് വിഷയം. കേട്ടോളിങ്ങൾ. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ, ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മളെ നാട്ടിലൊരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതെന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോ പരിധിയുണ്ടേന്ന് പറയുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ തൗഹീദാണ് നിങ്ങൾ തിരുത്തിയത്, നിങ്ങളെ തൗഹീദാണ് പൊളിഞ്ഞത്. എന്നിട്ട് പറയെന്താ? മുജാഹിദികളെ 8 പൊട്ടിയതാണ്. ഇനി ഒരു 4 മിനിറ്റ് കൂടെ 10 മണിക്കുള്ളൂ. 10 മണിക്കാണ് നമ്മൾ നിർത്തല്. 10 മണിക്കാണ് നിർത്തല്. അപ്പോ ഇനി എന്തൊക്കെ വരണം? ഇനി എന്തൊക്കെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ അള്ളാഹുവിന്റെ സർവശക്തിയുമുള്ള ഔലിയാക്കൾ ഉണ്ട് എന്നുള്ളത് തൊട്ട് ഒരുപാട് ഔലിയാക്കൾ മഴ വർഷിപ്പിക്കും, ഔലിയാക്കൾ പിന്നെ മനുഷ്യന് അള്ളാഹ് ചെയ്യുന്ന പണി പുനർജീവിപ്പിക്കും, കല്ലും മണ്ണൊക്കെ ഔലിയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മണ്ണാർക്കാട് വെച്ച് ബാക്കി പറയും. ഇന്ന് തൗഹീദുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. സമഗ്രമായി കേരളത്തിലെ ഓരോ കവലയിലും ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് ഈ ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ നിങ്ങൾ കണ്ടു. മരിക്കണോടത്ത് പോലും മുഹീദ്ദീൻ ശൈഖിനെ വിളിപ്പിക്കാൻ പഠിപ്പിച്ച, ചോദിക്കാൻ നല്ലത് അദ്ദേഹത്തോടാണ് എന്ന് ക്യാമ്പയിൻ ചെയ്ത ആൾക്കാർ പതുക്കെ അതിന് പിന്മാറി തുടങ്ങുക. എന്താ? പതുക്കെ ഇന്ന് പിന്മാറി തുടങ്ങണം. പിന്മാറുന്ന സന്തോഷമുള്ളൂ, പക്ഷേ നിങ്ങൾ പച്ചക്ക് തിരുത്തൂ. അങ്ങനെയാണ് ഇമാമിയങ്ങൾ ചെയ്തത്. ഇമാമിയങ്ങൾക്ക് പറ്റിയ പിഴവുകൾ, ഇമാം റാസി റഹിമഹുള്ളാഹ്ക്ക് പറ്റിയ പിഴവുകൾ അദ്ദേഹം എങ്ങനെ തിരുത്തിയത്? നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു وأكثر سعي العالمين ضلال وأرواحنا في وحشة من جسومنا سوى أن جمعنا فيه قيل وقالوا. അദ്ദേഹം അങ്ങനെ തിരുത്തിയത്. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫൽസഫക്കാരുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് കയറിയപ്പോ മരണത്തിന്റെ തൊട്ടു മുൻപ് അദ്ദേഹം തിരുത്തി. ഇമാം ബുഖാരിയുടെ കിതാബിലേക്ക് അദ്ദേഹം ചേർന്നു, അഹ്ലുസുന്നയുടെ വഴിയിലേക്ക് അദ്ദേഹം ചേർന്നു. തന്റെ പരിശ്രമങ്ങളുടെ ദീർഘകാലത്തിന് 2 വരി കവിതകൾ കൊണ്ട് തീയിട്ട് അദ്ദേഹം വഴിയിൽ ചേർന്നു. അങ്ങനെ വരണം. സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാന്ന് പറയാം. പിന്നെ അതിന്റെ ഹുക്മിലും ഒരുപാട് വ്യത്യാസങ്ങൾ. അവസാനം എത്രയോ കാലഘട്ടങ്ങളായി പഠിപ്പിച്ച അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാനുള്ള ന്യായം റബ്ബിനോട് ചോദിക്കുന്നത് പോലെയല്ല. കൊടുത്ത കഴിവിൽ നിന്നേ ചോദിക്കുന്നുള്ളൂ. മഹാന്മാർക്ക് പരിധികളില്ലാത്ത കഴിവുണ്ട് എന്ന് പറഞ്ഞവർ അതുകൂടി തിരുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൂടി തിരുത്തുന്നതാണ്. അപ്പോ സമസ്തക്കുള്ളിൽ ഷിയായിസത്തിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. അതൊരു ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോ എന്താ? കൊടുത്ത കഴിവും അതൊക്കെ ഉണ്ടാക്കി. കൊടുത്ത കഴിവ് ഷിയാക്കൾ കൊണ്ടുവന്നതാ.
അപ്പോ രണ്ടാമത് ഈ പേരോട് പിന്നെ സഖാഫി അദ്ദേഹം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ച ചില വരികൾ കാണാനിടയായി. വായിക്കുന്നുണ്ട് ഉസ്താദ്, പഠിക്കുന്നുണ്ട് ഉസ്താദ് എന്ന് പ്രതീക്ഷിക്കാണ് നമ്മള്. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഓരോരുത്തരും ഏകന്മാരായി നാളെ പരലോകത്ത് വരേണ്ടി വരും. റബ്ബിന്റെ വിചാരണ കോടതിയിൽ നിൽക്കേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും. അന്ന് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ, അന്ന് ഭൂമി വാർത്ത വായിക്കും, ഓരോന്നും കൈകാലികൾ സംസാരിക്കും. ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടോ എങ്കിൽ ഖുർആൻ ചോദിക്കാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയ്യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ആർക്കെങ്കിലും മരിച്ചതിന്റെ ശേഷം കുഴിമാടങ്ങളിൽ നിന്ന് അവരെ ചുട്ടുചാമ്പലാക്കി അങ്ങനെ പറത്തിക്കളഞ്ഞ പുണ്യതീർത്ഥങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ ഒഴുക്കുകളിൽപ്പെട്ട് തിരിച്ചു കിട്ടാതായ ബോഡികൾ കിടക്കുന്നിടത്ത് നിന്ന് തിരിച്ചു വിളിക്കപ്പെടുമെന്ന കാര്യത്തിൽ മനുഷ്യരെ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സംശയത്തിന്റെ ഉത്തരം സൂക്ഷ്മമായ ബീജബിന്ദുക്കളിൽ നിന്ന് പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള ബീജബിന്ദുക്കളിൽ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന ഒന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനി കുടലുകളെ അതിജീവിച്ച് ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകളെ കടന്ന് മനുഷ്യ കുഞ്ഞായി ജനിക്കുന്ന പ്രക്രിയ ഉണ്ടാക്കിയ റബ്ബ് അവന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗത, മനുഷ്യരെ വീണ്ടും തിരിച്ചു വിളിക്കാൻ അവന് ഹൃദയം നൽകിയ റബ്ബ് അവന് പറ്റില്ലേ മനുഷ്യനെ തിരിച്ചു വിളിക്കാൻ? അവന്റെ തലച്ചോറിൽ 560 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴൽ കൊടുത്ത റബ്ബ് അവന് പറ്റില്ലേ അവനെ തിരിച്ചു വിളിക്കാൻ, അവനെ വീണ്ടും ജീവിപ്പിക്കാൻ? മനുഷ്യന് അവന് മാത്രമുള്ള മുടി കൊടുത്ത റബ്ബ്, ഉമനീര് കൊടുത്ത റബ്ബ്, കൈവിരൽ അടയാളങ്ങൾ കൊടുത്ത റബ്ബ് അവന് കഴിയില്ലേ തിരിച്ചു വിളിക്കാൻ എന്നാണ് ചോദ്യം. തിരിച്ചു വിളിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പഠിക്കണം, തിരുത്തണം. പഠിക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്, അന്നൂർ ഖുർആൻ പഠന പദ്ധതിയുണ്ട്. പീസ് റേഡിയോയിൽ കയറുക, കോഴ്സ് ഓപ്ഷനിൽ കയറുക, ഖുർആൻ ശാന്തമായി പഠിക്കുക. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. സൂറത്ത് ഖമറിൽ 4 തവണ. നിങ്ങൾ അക്ഷരം അറിയാത്ത ആളാണ്, ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്ത ആൾ, ഇതൊന്നും പ്രശ്നമല്ല, റബ്ബിന്റെ ഓഫറാണ് അല്ലെ. നിങ്ങൾക്ക് അറബി അക്ഷരങ്ങളെ അറിയില്ല, പ്രശ്നമല്ല. മുസ്ലിങ്ങളോട് മാത്രമല്ല സർവരോടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പഠിക്കാൻ സംവിധാനമുണ്ട്. സമ്മറൈസ് മോറൽ സ്കൂളുകൾ, അതുപോലെ തന്നെ സമ്മർ ക്രസ്റ്റ് പോലെ ഉള്ള സംരംഭങ്ങൾ ഒക്കെ ഇവിടെ ആരോട് ചോദിച്ചാലും ചെറിയ കുട്ടികൾക്ക് LP UP ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടി ഒക്കെയുണ്ട്. എല്ലാതും അവലംബിച്ച് മുന്നോട്ട് പോവുക. നമ്മളുടെ മണ്ഡലം പരിപാടി കഴിഞ്ഞു എന്നതുകൊണ്ട് ജോലി തീരുന്നില്ല. ഒരിക്കലും മഞ്ചേരിയുടെ 25 കിലോമീറ്റർ ചുറ്റളവിൽ ഒരിക്കൽ പോലും തൗഹീദ് കേൾക്കാത്ത കുറെ പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രോഗ്രാമുകൾ വെക്കാനുള്ള പ്രചോദനമാകണം ഇന്നത്തെ ഒത്തുകൂടൽ. അങ്ങനെയാണ് അയൽക്കൂട്ടങ്ങൾ വെച്ചും പരിപാടികൾ വെച്ചും ആരെയും നമ്മൾ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. തമാശ പറയാനും കളിയാക്കാനുള്ള ഭാഗങ്ങൾ വരാഞ്ഞിട്ടല്ല, മറിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഇത് റബ്ബിന് വേണ്ടിയാണ്. വലില്ലാഹി വലി താരീഖ്, റബ്ബിന് വേണ്ടിയാണ്, ചരിത്രത്തിന് വേണ്ടിയാണ്. ആ ദൗത്യ നിർവഹണവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവന്റെ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് നൽകുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനുകളായി, മുത്തഖീങ്ങളായി, ഈമാനോടെ, ഇഖ്ലാസോടെ, തൗഹീദിൽ ക്ലാരിറ്റി ഉള്ളവരായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.